ഇന്ന് നമുക്ക് റിയൽ ക്രൈം സ്റ്റോറീസ് കേട്ടാലോ? കൂടുതലൊന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. നമുക്ക് നേരെ ഈ യഥാർത്ഥ സംഭവ കഥയിലേക്ക് കടക്കാം. 2012 ഡിസംബർ 16 രാത്രി 11 മണി. ദക്ഷിണ ഡൽഹിയിലെ ആ റോഡിൽ വാഹനങ്ങളുടെ തിരക്ക് ഒഴിഞ്ഞിട്ടില്ല. അണമുറിയാതെ അവയെങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തിരക്കിലാണല്ലോ. അതുകൊണ്ടാവാം റോഡരികിൽ കിടക്കുന്ന 2 മനുഷ്യരുടെ വിലാപം അവർ ശ്രദ്ധിക്കുവാൻ കൂട്ടാക്കാതിരുന്നത്. ഒരു യുവാവും യുവതിയുമായിരുന്നു അത്. അവർ അർദ്ധനഗ്നരായിരുന്നു. ഒഴുകിപ്പരക്കുന്ന ചോരയുടെ നടുവിലായിരുന്നു അവർ കിടന്നിരുന്നത്. യുവതി അബോധാവസ്ഥയിലായിരുന്നു. അവളുടെ ശരീരമാകെ പിച്ചു ചീന്തപ്പെട്ടിരുന്നു. ചോരയൊലിക്കുന്ന ശരീരവുമായി ആ യുവാവ് കൈനീട്ടി സഹായം അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപൂർവം ചിലർ വാഹനം നിർത്തിയെങ്കിലും അവരുടെ അവസ്ഥ കണ്ടിട്ട് ഓടിച്ചു പോകുകയാണ് ചെയ്തത്. അക്കൂട്ടത്തിൽ ഏതോ ഒരാൾ സമീപ പ്രദേശത്ത് പെട്രോൾ നടത്തുകയായിരുന്ന ഡൽഹി പോലീസിന്റെ ഹൈവേ പെട്രോൾ വാഹനത്തിൽ വിവരമറിയിച്ചു. അധികം വൈകാതെ അവരുടെ അരികിൽ ഒരു പോലീസ് ജീപ്പ് എത്തി. വളരെ പരിതാപകരമായിരുന്നു അവരുടെ അവസ്ഥ. എന്തെങ്കിലും ചോദിച്ചു മനസ്സിലാക്കാവുന്ന സ്ഥിതിയായിരുന്നില്ല. പോലീസ് ഉടൻ തന്നെ സ്വദർജംഗ് ആശുപത്രിയിൽ അവരെ എത്തിച്ചു. ആ യുവതിയെ പരിശോധിച്ച ഡോക്ടർമാർ ഞെട്ടിപ്പോയി. ഒരു സ്ത്രീ ശരീരത്തോട് കാണിക്കാവുന്ന ക്രൂരതയുടെ അങ്ങേയറ്റമായിരുന്നു അവർ ദർശിച്ചത്. പരിഷ്കൃത മനുഷ്യർക്ക് ചിന്തിക്കുവാൻ പോലും പ്രയാസം. ശരീരമാകെ മർദ്ദനമേറ്റിരുന്നു അവൾക്ക്. കൂടാതെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിരുന്നു. ഇരുമ്പിന്റെ കനത്തൊരു ദണ്ട് അവളുടെ ജനനേന്ദ്രിയത്തിൽ കുത്തിക്കയറ്റിയിരുന്നു. യൂട്രസ് തുളച്ച് വയറിനുള്ളിൽ കൂടി കടന്നുപോയ പരിക്കിന്റെ ഫലമായി അവളുടെ കുടൽ വെളിയിലേക്ക് വന്ന അവസ്ഥയിലായിരുന്നു. തങ്ങളാലാവും വിധം ആ ഡോക്ടർമാർ അവളുടെ ജീവന് വേണ്ടി പരിശ്രമിച്ചു. യുവാവിന് മർദ്ദനമേറ്റിരുന്നു എന്നതിനപ്പുറം ജീവന് ഭീഷണിയാകുന്ന പരിക്കുകളില്ലായിരുന്നു. അവനീന്ദ്ര പ്രതാപ് പാണ്ഡെ എന്നൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിരുന്നു ആ യുവാവ്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ സ്വദേശിയായ അയാൾ ഡൽഹിയിലെ ബർസരായി എന്ന സ്ഥലത്താണ് താമസം. പോലീസ് പാണ്ഡെയെ ചോദ്യം ചെയ്തു. ആ രാത്രിയുണ്ടായ സംഭവങ്ങൾ അയാൾ പോലീസിനോട് വിവരിച്ചു. ഡിസംബർ 16 വൈകുന്നേരം ഡൽഹിയിലെ സാക്കേത് മാൾ പരിസരം. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. അവനേന്ദ്ര പാണ്ഡെയും കൂട്ടുകാരി ജ്യോതി സിംഗ് പാണ്ഡെയും മിക്ക ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തും. അവളൊരു ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയാണ്. വെറുതെ കറങ്ങി നടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പിംഗ്, കോഫി ഷോപ്പ്, ഇടയ്ക്ക് സിനിമ കാണുക, ഇതൊക്കെയാണ് അവരുടെ സൗഹൃദത്തിന് നിറം ചാർത്തിയിരുന്നത്. ലൈഫ് ഓഫ് പൈ എന്ന ഹോളിവുഡ് ചിത്രം റിലീസായിട്ടുള്ളൂ. വളരെ ഹിറ്റായ ആ ചിത്രം കാണാമെന്ന് ജ്യോതി അവനീന്ദ്രയോട് പറഞ്ഞു. അയാൾക്കും അത് കാണാൻ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ അവർ സാക്കേത് മാളിലെ മൾട്ടിപ്ലക്സിൽ സിനിമയ്ക്ക് കയറി. സിനിമ കഴിഞ്ഞപ്പോൾ രാത്രി 8 മണിയായി. ഡിസംബറിന്റെ തണുപ്പ്, നേരിയ മഞ്ഞ്. സാക്കേത് മാളിൽ നിന്നും അല്പം അകലെയുള്ള മുനിർക്ക എന്ന സ്ഥലത്തെത്തിയാൽ അവനീന്ദ്രയ്ക്ക് സ്വന്തം സ്ഥലത്തേക്കുള്ള ബസ് കിട്ടും. അതിനു മുമ്പ് ജ്യോതി അവളുടെ സ്ഥലത്തേക്ക് ഒരു ഓട്ടോയിൽ കയറ്റിവിടാമെന്ന് കരുതി. അനേകം ഓട്ടോകൾക്ക് കൈ കാണിച്ചെങ്കിലും ആരും അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറായിരുന്നില്ല. അവസാനം 2 പേരും മുനീർക്കയിൽ ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ ഓട്ടോയിൽ മുനീർക്ക ബസ് സ്റ്റാൻഡിലെത്തി. സമയം രാത്രി 8:15. മുനീർക്ക ബസ് സ്റ്റാൻഡിൽ ആളുകൾ കുറവായിരുന്നു. നല്ല തണുപ്പ്. ലൈൻ ബസ്സുകൾ പലതും ഓട്ടം അവസാനിപ്പിച്ചുവെന്ന് തോന്നുന്നു. അല്പം മാറി അവിടെ ഒരു ബസ് കിടപ്പുണ്ടായിരുന്നു. അത് പക്ഷേ ലൈൻ ബസ്സായിരുന്നില്ല, ഏതൊരു കോൺട്രാക്ട് വാഹനം. അതിൻ്റെ അടുത്ത് നിന്നൊരു പയ്യൻ അവരെ കൈകാട്ടി വിളിച്ചു. എവിടേക്കാണ് സാർ പോകേണ്ടത്? പാലം, അവനീന്ദ്ര പറഞ്ഞു. വാ സാർ, ഇതാ വഴിക്കാണ്, ഞങ്ങൾ പ്രൈവറ്റ് സർവീസാണ്. അവനീന്ദ്ര നോക്കിയപ്പോൾ അതിൽ 3-4 യാത്രക്കാർ ഇരിക്കുന്നത് കണ്ടു. അതോടെ അവർ ബസ്സിലേക്ക് കയറി. അവർ കയറിയ പാടെ ഡോറടിച്ച് ബസ് യാത്ര തുടങ്ങി. ഏതോ പബ്ലിക് സ്കൂളിന് വേണ്ടി സർവീസ് നടത്തുന്ന ബസ്സായിരുന്നു അത്. അതിൻ്റെ ഗ്ലാസ് ജനാലകൾ ടിൻഡ് ഫിലിം ഒട്ടിച്ചതായിരുന്നു. അല്പം മുന്നോട്ട് നീങ്ങിയതോടെ ബസ്സിലെ ലൈറ്റുകളെല്ലാം ഓഫായി. എന്തോ ഒരു പന്തികേട് തോന്നിയ അവനീന്ദ്ര പയ്യനോട് ചോദിച്ചു, അല്ല, എന്തിനാണ് ലൈറ്റ് ഓഫ് ചെയ്ത്? ആരും മറുപടി പറഞ്ഞില്ല. ബസ് അല്പം കൂടി നീങ്ങിയതോടെ ബസ് തങ്ങൾക്ക് പോകേണ്ട ദിശയിലേക്കല്ല പോകുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ബസ് നിർത്തു, ഞങ്ങളിവിടെ ഇറങ്ങിക്കോളാം, അവനീന്ദ്ര വിളിച്ചു പറഞ്ഞു. പക്ഷെ ആരും ഗൗനിച്ചില്ല. ജ്യോതി ആകെ ഭയന്ന് പറച്ചു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൾക്കൊരു പിടിയും കിട്ടിയില്ല. അവനീന്ദ്ര സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ബസ്സിന്റെ ഡോർ തുറക്കാൻ ശ്രമിച്ചു. അപ്പോൾ നേരത്തെ യാത്രക്കാരായി ബസ്സിലുണ്ടായിരുന്നവർ എഴുന്നേറ്റ് അവരുടെ ചുറ്റും വന്നിരുന്നു. ഇരിക്കട അവിടെ, ഒരാൾ അയാളെ ഭീഷണിപ്പെടുത്തി. ഈ രാത്രി നീ ഇവളെയും കൊണ്ട് എവിടെ പോയതാണ്? അത് നിങ്ങൾക്കറിയേണ്ട കാര്യമില്ല, ഞങ്ങളെവിടെ ഇറക്ക്. ഇത് ഇവിടെ ഒന്നും നിർത്തില്ല, ഇവളെ ഞങ്ങൾക്ക് വേണം. അത് കേട്ട് അവനീന്ദ്ര അയാളുമായി ഏറ്റുമുട്ടാനൊരുങ്ങി. അപ്പോൾ ആരോ ഒരാൾ ഇരുമ്പുതണ്ടുകൊണ്ട് അയാളെ അടിച്ചു. അത് കണ്ടാണെങ്കിൽ ജ്യോതി ഉച്ചത്തിൽ കരഞ്ഞു. ആകെ അടച്ചുമൂടിയ ബസ്സിൽ നിന്നും ശബ്ദം പുറത്തേക്ക് കേൾക്കുമായിരുന്നില്ല. അടിയേറ്റ് അവനീന്ദ്ര നിലത്ത് വീണു. ഇതേ സമയം 4 പേർ ചേർന്ന് അവളുടെ മുടിയിൽ പിടിച്ച് ബസ്സിനുള്ളിലെ പിൻഭാഗത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. മറ്റൊരാൾ അവനീന്ദ്രയുടെ മുടിയിൽ പിടിച്ച് ഡ്രൈവറുടെ ഭാഗത്തേക്കും വലിച്ചുകൊണ്ടുപോയി. ബസ്സിന്റെ പിന്നിൽ നിന്നും ജ്യോതിയുടെ അലറിക്കരച്ചിൽ കേട്ട അവനീന്ദ്രയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായി. അയാൾ നിസ്സഹായനായിരുന്നു. കരയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ബസ് അപ്പോഴും ഓടിക്കൊണ്ടിരുന്നു.
5 പേരുടെയും ഊഴം കഴിഞ്ഞപ്പോൾ ഡ്രൈവറും പിൻഭാഗത്തേക്ക് പോയി. പിന്നിൽ നിന്നും ഞരക്കം പോലും നിലച്ചിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഡോർ തുറന്ന് അവരെ റോഡരികിലേക്ക് തള്ളിയിട്ട് ബസ് അകലേക്ക് ഓടിപ്പോയി. അപ്പോഴേക്കും സമയം രാത്രി 11 മണിയായിരുന്നു. അവരുടെ വസ്ത്രങ്ങളെല്ലാം കീറിപ്പറഞ്ഞിരുന്നു. 2 പേരുടെയും മൊബൈലും പണവും അവർ തട്ടിയെടുത്തിരുന്നു. ഉടും തണുപ്പ്. സഹായത്തിനായി കേണിട്ടും തിരിഞ്ഞു നോക്കാതെ പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ. നരകയാതനയുടെ നിമിഷങ്ങൾ. ജ്യോതി രക്തത്തിൽ കുളിച്ചിരിക്കുന്നു. അവളുടെ ശരീരം കടിച്ചു കീറിയിരുന്നു ആ ചെകുത്താന്മാർ. പോലീസ് ഉദ്യോഗസ്ഥൻ ആ വിവരണം ശ്രദ്ധേയം കേട്ടു. ബസിന്റെ നിറം വെള്ളയായിരുന്നു. എന്നാൽ നമ്പറോ മറ്റോ വിശദാംശങ്ങളോ ഒന്നും അവനീന്ദ്ര ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ എവിടെയോ യാദവ് എന്നൊരു പേര് എഴുതിയതായി കണ്ടതായി ഓർക്കുന്നു. മറ്റൊന്നും അറിയില്ല. അയാളുടെ വിവരണങ്ങൾ വച്ച് പോലീസ് പ്രതികളുടെ രേഖാചിത്രങ്ങൾ തയ്യാറാക്കി. രാത്രി തന്നെ ഡൽഹി പോലീസ് കമ്മീഷണർ നീരജ് കുമാർ അടിയന്തരമായി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തു. കുറ്റവാളികളെ ഉടൻ പിടികൂടാൻ അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പോലീസ് മുനിർക്ക ബസ് സ്റ്റേഷൻ മുതലുള്ള CCTVകൾ പരിശോധിച്ചു. ആ സമയത്ത് ഓടിക്കൊണ്ടിരുന്ന വെള്ള നിറമുള്ള ഒരു ബസ് ക്യാമറയിൽ പതിഞ്ഞിരുന്നു. അതൊരു കോൺട്രാക്ട് വാഹനമാണെന്ന് മനസ്സിലായി. അതോടെ പോലീസ് പല ഗ്രൂപ്പായി തിരിഞ്ഞു. ഡൽഹിയിൽ കോൺട്രാക്ട് ഗ്യാരേജുകൾ നടത്തുന്ന എല്ലാവരുടെയും ലിസ്റ്റ് കണ്ടെത്തി. 370 കോൺട്രാക്ടർമാരുണ്ടായിരുന്നു. അതിൽ 2 പേര് യാദവുമായിരുന്നു. അതിലൊരാളായ നോയിഡ നിവാസി ദിനേശ് യാദവിൻ്റേതായിരുന്നു ആ ബസ്സെന്ന് കണ്ടെത്താൻ അധികം താമസമുണ്ടായിരുന്നില്ല. അയാളെ ചോദ്യം ചെയ്തപ്പോൾ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവറുടെ വിവരങ്ങളെല്ലാം ലഭ്യമായി. ഡൽഹി RK പുരത്ത് താമസിക്കുന്ന രാം സിംഗ് എന്നൊരാളായിരുന്നു അത്. പുലർച്ചെ തന്നെ പോലീസ് RK പുരത്ത് രാം സിംഗിന്റെ വീട് കണ്ടെത്തി. അവിടെ അയാൾ ഉണ്ടായിരുന്നില്ല. വീടിന് രഹസ്യ നിരീക്ഷണം ഏർപ്പെടുത്തി. ഡൽഹിയിലെ ഒരു സ്കൂളിന് വേണ്ടി സർവീസ് നടത്തുകയാണ് രാം സിംഗ് ഓടിക്കുന്ന ബസ്. തലേ ദിവസം ഞായറായിരുന്നതിനാൽ അവധിയായിരുന്നു. അവധി ദിവസം ഒന്ന് ആഘോഷിക്കാമെന്ന തീരുമാനത്തിൽ രാം സിംഗ് തൻ്റെ കൂട്ടുകാരായ വിനയ് ശർമ്മ, പവൻ ഗുപ്ത, ബസ് കണ്ടക്ടർമാരായ രാജു, അക്ഷയ് ഠാക്കൂർ, പിന്നെ തൻ്റെ സഹോദരൻ മുകേഷ് എന്നിവരെ RK പുരം ചേരി പ്രദേശത്തെ തൻ്റെ താമസ സ്ഥലത്തേക്ക് ക്ഷണിച്ചു. ആ വൈകുന്നേരം മദ്യപിച്ചും മറ്റും അവർ ആഘോഷിച്ചു. വൈകിട്ടായപ്പോൾ ബസ് എടുത്തൊന്ന് കറങ്ങി വരാമെന്ന് അവർ തീരുമാനിച്ചു. സമയം ഇരുട്ടായി. ബസ്സുമായി കറങ്ങുന്നതിൻ്റെ ഇടയിൽ ഒരാൾ വാഹനത്തിനായി ശ്രമിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. രാമാധർ എന്ന പേരായ ഒരു ആശാരിപ്പണിക്കാരനായിരുന്നു അത്. അയാളുടെ അടുത്ത് ബസ് നിർത്തി. ആശ്വാസത്തോടെ അയാൾ കയറി. അല്പം ചെന്നപ്പോൾ അവർ അയാളെ ഭീഷണിപ്പെടുത്തി. കയ്യിലുണ്ടായിരുന്ന 7000 കൊള്ളയടിച്ചു മർദ്ദിച്ച് വഴിയിൽ ഇറക്കി വിട്ടു. അവിടെ നിന്നും അവർ മുനീർക്ക ബസ് സ്റ്റാൻഡിലേക്ക് പോയി. പണം നഷ്ടപ്പെട്ട രാമാധർ വഴിയിൽ കണ്ട 2 പോലീസുകാരോട് പരാതിപ്പെട്ടു. എന്നാൽ ഇത് തങ്ങളുടെ പരിധിയിലല്ല എന്ന് പറഞ്ഞ് അവർ അവരുടെ പാട്ടിന് പോയി. ബസ് മുനീർക്കയിലെത്തുമ്പോൾ അവനീന്ദ്രയും ജ്യോതിയും ഓട്ടോയിൽ അവിടെ വന്നിറങ്ങുകയായിരുന്നു. തങ്ങളുടെ വലയിൽ വീണ ഇരയെ കടിച്ചു പറിച്ച ശേഷം അവർ ഏകദേശം 30 കിലോമീറ്റർ കൂടി ഓടിച്ച് നോയിഡയിലെ ഖേര രോഹില്ല എന്ന സ്ഥലത്തെത്തി. തുടർന്ന് ബസ് കഴുകി വൃത്തിയാക്കി. ബസ്സിലുണ്ടായിരുന്ന ഇരുമ്പുതണ്ടുകൾ ഒളിപ്പിച്ചു. അവരുടെ ധൈര്യമെല്ലാം ചോർന്നിരുന്നു. എന്ത് വേണമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലായി. എന്തായാലും ബസ് അവിടെ ഉപേക്ഷിച്ച് അവർ പിരിഞ്ഞു. നേരം പുലർന്നതോടെ രാം സിംഗിന്റെ ധൈര്യം വീണ്ടും കിട്ടി. തിങ്കളാഴ്ചയാണ്, സ്കൂൾ സർവീസ് ഉള്ളതാണ്. ബസ് കണ്ടില്ലെങ്കിൽ അന്വേഷണം ഉണ്ടാകും. അയാൾ അതിവേഗം ബസ് ഉപേക്ഷിച്ച സ്ഥലത്തെത്തി. അതുമായി വേഗം RK പുരത്തേക്ക് തിരിച്ചു. അവിടെ കാത്തു നിന്നിരുന്ന ഡൽഹി പോലീസിന്റെ കൈകളിലേക്കാണ് നേരെ ചെന്നത്. രാം സിംഗിനെ ചോദ്യം ചെയ്തപ്പോൾ മറ്റു പ്രതികളെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം കിട്ടി. പക്ഷെ അവർ എങ്ങോട്ട് പോയി എന്ന് അയാൾക്ക് അറിവുണ്ടായിരുന്നില്ല. സൈബർ വിങ്ങിന്റെ സഹായത്തോടെ പോലീസ് ജ്യോതിയുടെയും അവനീന്ദ്രയുടെയും നഷ്ടപ്പെട്ട മൊബൈലുകൾ ട്രാക്ക് ചെയ്തു. അതിലൊരെണ്ണം ഇപ്പോൾ രാജസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഒരു സംഘം രാജസ്ഥാനിലേക്ക് പുറപ്പെട്ടു. അധികം വൈകാതെ രാം സിംഗിന്റെ സഹോദരൻ മുകേഷിനെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്തു. മറ്റൊരു മൊബൈൽ ഉത്തർപ്രദേശിലെ ഔറംഗാബാദിൽ ഓണായിരുന്നു. അക്ഷയ് താക്കൂർ അവിടെ നിന്നും പിടിയിലായി. വിനയ് ശർമ്മയും പവൻ ഗുപ്തയും ഡൽഹിയിൽ നിന്ന് തന്നെ പിടിയിലായി. 6ാമത്തെ ആള് പ്രായപൂർത്തിയാകാത്ത ഒരു കൗമാരക്കാരനായിരുന്നു. ഒരു ദിവസത്തെ പരിചയം മാത്രമാണ് അവന് ഈ സംഘവുമായി ഉണ്ടായിരുന്നത്. ഉത്തർപ്രദേശിലെ ബദയൂർ സ്വദേശിയായ അവനെ ഡൽഹി ആനന്ദ വിഹാർ ടെർമിനലിൽ നിന്നും അറസ്റ്റ് ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ പോലീസ് 6 പേരെയും പിടികൂടി. എല്ലാവരെയും ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ സഫദർജംഗ് ആശുപത്രിയിൽ ജ്യോതി സിംഗിന്റെ നില അപകടകരമായി തുടരുകയായിരുന്നു. രാജ്യതലസ്ഥാനത്ത് നടന്ന ഈ ക്രൂരത പെട്ടെന്ന് തന്നെ ദേശീയ അന്തർദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റി. സ്ത്രീകൾ സുരക്ഷിതമല്ലാത്ത നഗരം എന്ന നിലയിൽ ഡൽഹി ഭരണകൂടത്തിന് വലിയ അപമാനമായിരുന്നു ഉണ്ടായത്. ഒരു വിദ്യാർത്ഥിനിക്ക് സംഭവിച്ച ദുരന്തം എന്ന നിലയിൽ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം ഡൽഹിയിലെ തെരുവുകളിൽ രംഗത്തിറങ്ങി. അവർ റോഡുകൾ ഉപരോധിച്ചു, പോലീസുമായി ഏറ്റുമുട്ടി. ആ പ്രതിഷേധം രാജ്യമാകെ ഏറ്റെടുത്തു. ബലാത്സംഗത്തിന് ഇരയാകുന്നവരുടെ പേര് വെളിപ്പെടുത്തുന്നതിന് നിയമപരമായി വിലക്കുള്ളതുകൊണ്ട് രാജ്യം അവളെ നിർഭയ എന്ന പേരിട്ട് വിളിച്ചു. ഡിസംബർ 19 ആയപ്പോഴേക്കും ജ്യോതിയുടെ 5ാമത്തെ ശസ്ത്രക്രിയ കഴിഞ്ഞു. അതോടെ അവളുടെ കുടൽഭാഗം ഏറെക്കുറെ പൂർണ്ണമായി നീക്കം ചെയ്തിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ അവൾ തുടർന്നു. ഡിസംബർ 21 കേന്ദ്ര സർക്കാർ ഒരു മെഡിക്കൽ കമ്മിറ്റി നിയമിച്ചു. ആ കമ്മിറ്റി ജ്യോതിക്ക് മികച്ച ചികിത്സ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി.
എങ്കിലും അവളുടെ നിലയിൽ കാര്യമായ പുരോഗതിയൊന്നുമില്ലായിരുന്നു. ഡിസംബർ 26-ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം ജ്യോതിയെ വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലെ മൗണ്ട് എലിസബത്ത് ആശുപത്രിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. പിറ്റേന്ന് എയർ ആംബുലൻസിൽ ജ്യോതിയെ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി. 6 മണിക്കൂർ നീണ്ട ആ യാത്രക്കിടയിൽ അവൾക്ക് ഹൃദയാഘാതമുണ്ടായി. മൗണ്ട് എലിസബത്ത് ആശുപത്രിയിൽ ജ്യോതിയെ പ്രവേശിപ്പിച്ചു. അവർക്ക് പക്ഷേ കാര്യമായൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഡിസംബർ 29 വെളുപ്പിന് ഇന്ത്യൻ സമയം 4:45-ന് അവൾ ജീവൻ വെടിഞ്ഞു. രാജ്യം അവൾക്ക് വേണ്ടി കരഞ്ഞു. ഉത്തർപ്രദേശിലെ ബല്ലിയ ഗ്രാമത്തിൽ നിന്നും ഡൽഹിയിലേക്ക് കുടിയേറിയ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായിരുന്നു ജ്യോതി സിംഗ് പാണ്ഡെ. അവളെ പഠിപ്പിക്കാനായി തന്റെ പിതൃസ്വത്ത് മുഴുവൻ അവളുടെ അച്ഛൻ വിറ്റിരുന്നു. ഈ കേസിന്റെ വിചാരണയ്ക്ക് അസാധാരണമായ നടപടികളാണ് രാജ്യം കൈക്കൊണ്ടത്. ഡൽഹി ഹൈക്കോടതിയുടെ അനുമതിയോടെ 5 ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ രൂപീകരിക്കപ്പെട്ടു. ഒരേ സമയം വിചാരണ നടത്തുന്നതിന് വേണ്ടിയായിരുന്നു അത്. 2013 മാർച്ച് 11-ന് മുഖ്യപ്രതി രാം സിംഗ് തിഹാർ ജയിലിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. അയാൾ ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസ് റിപ്പോർട്ട്. 2013 സെപ്റ്റംബർ 10-ന് കോടതി വിധി പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത വ്യക്തി ഒഴിച്ച് ബാക്കി 4 പേർക്കും വധശിക്ഷയാണ് നൽകിയത്. കുറ്റകൃത്യം നടക്കുമ്പോൾ 18 വയസ്സ് മാത്രം പൂർത്തിയാക്കാൻ ഏതാനും മാസങ്ങൾ ബാക്കിയുണ്ടായതുകൊണ്ട് മാത്രം അയാൾക്ക് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും പരമാവധി നൽകാവുന്ന 3 വർഷ തടവിന് മാത്രം വിധിക്കപ്പെടുകയും ചെയ്തു. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ഈ ഒരു കേസിൽ വിഷമം തോന്നിയത്. അവനെയും കൊന്നുകളയണമായിരുന്നു. രാജ്യത്ത് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ പുതിയ നിയമനിർമ്മാണം നടത്തുവാൻ ജ്യോതിയുടെ ദുരന്തം രാജ്യത്തെ പ്രേരിപ്പിച്ചു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും നീറുന്ന ഒരു ഓർമ്മയാണ് ജ്യോതി സിംഗ് അഥവാ നിർഭയ. കഥ തീർന്നിട്ടില്ലാട്ടോ. ഇനി അടുത്ത സംഭവകഥയിലേക്ക് നമുക്ക് കടക്കാം. 2007 സെപ്റ്റംബർ 19 കർണാടകയിലെ മഡ്ഡൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. മഡ്ഡൂരിലെ വൈദ്യനാഥപുര ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ഉടമയുടേതായിരുന്നു ആ കോള്. റൂം നമ്പർ 103-ൽ നിന്നും ദുർഗന്ധം വമിക്കുന്നു. 3 ദിവസം മുമ്പ് ഒരു സ്ത്രീ ആയിരുന്നു ആ റൂം എടുത്തത്. പോലീസ് വൈകാതെ സംഭവസ്ഥലത്തെത്തി റൂം തുറന്നു. അസഹ്യഗന്ധം. അവിടെ തറയിൽ ഒരു സ്ത്രീയുടെ ജഡം കിടപ്പുണ്ടായിരുന്നു. 2 ദിവസത്തെ പഴക്കത്താൽ ജീർണിച്ചിരിക്കുന്നു. മധ്യവയസ്ക, അത്യാവശ്യം വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ. മുറിയെടുത്തത് അവർ തന്നെയായിരുന്നു. എന്നാൽ കൂടെ ആരും ഉണ്ടായിരുന്നതായി റിസപ്ഷനിസ്റ്റ് ഓർക്കുന്നില്ല. മൃതദേഹം പരിശോധിച്ച പോലീസ് ഒരു കാര്യം ശ്രദ്ധിച്ചു. അവരുടെ ശരീരത്തിൽ ആഭരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻക്വസ്റ്റിന് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ആദ്യ നടപടി എന്ന നിലയിൽ ഗസ്റ്റ് ഹൗസ് ജോലിക്കാരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അധികം തിരക്കില്ലാത്ത പഴയൊരു ക്ഷേത്രമാണ് വൈദ്യനാഥപുരയിലേത്. രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടത്. ചില പൂജാ ദിവസങ്ങളിൽ മാത്രമേ ആളുകൾ സത്രങ്ങളിൽ തങ്ങാറുള്ളൂ. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിലൊന്നും വിശേഷ പൂജകൾ ഉണ്ടായിരുന്നില്ല. ജോലിക്കാരുടെയോ ഗസ്റ്റ് ഹൗസ് ഉടമയുടെയോ മൊഴികളിൽ വൈരുദ്ധ്യമൊന്നും കാണാത്തതിനാൽ തൽക്കാലം വിട്ടയച്ചു. റൂമെടുത്ത സ്ത്രീയുടെ പേർ പില്ലമ്മ എന്നായിരുന്നു രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഹെബ്ബാൽ എന്നത് താമസ സ്ഥലവും. പോലീസ് ആ അഡ്രസ്സ് അന്വേഷിച്ചു പോയി. ഇതിനിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരുന്നു. പൊട്ടാസ്യം സൈനൈഡ് എന്ന മാരക വിഷം ഉള്ളിൽ ചെന്നാണ് മരണം സംഭവിച്ചത്. മോഷണത്തിനായുള്ള കൊലപാതകമാവാം. പക്ഷേ ബോഡിയിൽ മുറിവുകളോ മുറിയിൽ മറ്റ് അസ്വാഭാവികതയോ ഇല്ല. വൈകാതെ പോലീസ് പില്ലമ്മയുടെ വീട് കണ്ടെത്തി. ഹെബ്ബാൽ എന്ന സ്ഥലത്തെ സാമാന്യം ധനികരായ ഒരു കുടുംബമാണ് അവരുടേത്. ഭർത്താവ് മുനിരാജു. ഹെബ്ബാലിൽ മുനിരാജുവും പില്ലമ്മയും കൂടി ഒരു ക്ഷേത്രം പണിയുന്നുണ്ട് കുടുംബവകയായിട്ട്. ആളുകളെ ആകർഷിക്കുന്ന തരത്തിലായിരിക്കണം അതിൻ്റെ നിർമ്മിതി എന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒരു പുരോഹിതൻ്റെ നിർദ്ദേശപ്രകാരം അതിന് നല്ലൊരു ഗോപുരം നിർമ്മിക്കാൻ അവർ തീരുമാനിച്ചു. പല മാതൃകകൾ നോക്കിയെങ്കിലും അവയിലൊന്നും തൃപ്തിയായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പില്ലമ്മയാണ് മുനിരാജുവിനോട് പറഞ്ഞത് ബാംഗ്ലൂരുള്ള ഒരു ക്ഷേത്രത്തിന് മനോഹരമായൊരു ഗോപുരമുണ്ടെന്ന്. പില്ലമ്മയോട് അവരുടെ സുഹൃത്തായ മറ്റൊരു സ്ത്രീയാണ് അക്കാര്യം പറഞ്ഞത്. പൊതുവെ നല്ല കാര്യപ്രാപ്തിയുള്ള പില്ലമ്മ തനിയെ സെപ്റ്റംബർ 17-ന് രാവിലെ ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു. പിറ്റേ ദിവസം തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിച്ച പില്ലമ്മയെ പിന്നെ കാണുന്നത് മോർച്ചറിയിലാണ്. മുനിരാജുവിൻ്റെ മൊഴികൾ പോലീസ് അപ്പാടെ വിശ്വസിച്ചില്ല. അവരുടെ കുടുംബ ചുറ്റുപാടുകളും മറ്റും പ്രസക്ത വിവരങ്ങളുമെല്ലാം അവർ ശേഖരിച്ചു. പക്ഷേ മുനിരാജുവിന് ഇതിൽ എന്തെങ്കിലും പങ്കുള്ളതായി സംശയിക്കാനായില്ല. പില്ലമ്മയുടെ അജ്ഞാതയായ ആ സ്ത്രീ സുഹൃത്തിനെ പറ്റിയായി പിന്നീട് അന്വേഷണം. എന്നാൽ അങ്ങനെ ഒരു സ്ത്രീയെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അന്വേഷണം വഴിമുട്ടി. 2007 ഡിസംബർ 18 കർണാടകയിലെ കശലിപ്പാളയം പോലീസിന് ഒരു വിവരം ലഭിച്ചു. ദൊഡ്ഡ ബല്ലാപൂരിലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നുമായിരുന്നു അത്. ക്ഷേത്രത്തിന് സമീപം ഒഴിഞ്ഞൊരു ഭാഗത്ത് യുവതിയുടെ മൃതദേഹം കിടപ്പുണ്ട്. ഇൻസ്പെക്ടർ XK ഉമേഷ് ഉടൻ സ്ഥലത്തെത്തി. പൊതുവെ തിരക്ക് കുറഞ്ഞൊരു ക്ഷേത്രം. അവിടെ കഴിഞ്ഞ ദിവസം മണ്ഡലപൂജയുണ്ടായിരുന്നു. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി സ്ത്രീകൾ ഇവിടെ പൂജകൾക്കായി വരാറുണ്ട്. ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്ത് കൽമണ്ഡപത്തിന് ചുവട്ടിലായിരുന്നു ബോഡി കിടന്നിരുന്നത്. ഏകദേശം 30 വയസ്സ് തോന്നിക്കുന്ന അവർ വിവാഹവേഷത്തിലായിരുന്നു. എന്നാൽ ശരീരത്ത് ആഭരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം സൈനൈഡ് വിഷമാണെന്ന് രേഖപ്പെടുത്തിയിരുന്നു. മരിച്ച സ്ത്രീയുടെ ഐഡന്റിറ്റി കണ്ടെത്താനായിരുന്നു പോലീസിന്റെ ശ്രമം. അതത്ര എളുപ്പമായിരുന്നില്ല. അവർ മറ്റു സ്റ്റേഷനുകളിൽ വിവരമറിയിച്ചു. അപ്പോൾ യലഹങ്ക പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അല്ലല സന്ദ്ര എന്നൊരു സ്ഥലത്തുള്ള നാഗവേണി എന്ന യുവതിയെ ഏതാനും ദിവസങ്ങളായി കാണാനില്ല എന്നായിരുന്നു പരാതി. ഇൻസ്പെക്ടർ ഉമേഷ് യലഹങ്കയിലെത്തി. പരാതിക്കാരനെ വിളിച്ചു വരുത്തി ദൊഡ്ഡബല്ലപ്പൂർ ക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്ത ബോഡിയുടെ ചിത്രങ്ങൾ കാണിച്ചു. അത് നാഗവേണി തന്നെയായിരുന്നു. അല്ലല സന്ദ്രയിലെ ഒരു ധനിക കുടുംബമായിരുന്നു നാഗവേണിയുടേത്. ഒരു ദിവസം അത്യാവശ്യമായി എവിടെയോ പോകുന്നു എന്ന് മാത്രം പറഞ്ഞാണ് അവൾ വീട്ടിൽ നിന്നും പോയത്. മൊബൈൽ ഉപയോഗിക്കാത്ത അവൾ എവിടെയാണുള്ളതെന്ന് അറിയാനൊരു വഴിയുമില്ലായിരുന്നു. ഒരു ദിവസം കാത്തിരുന്ന ശേഷമാണ് പോലീസിൽ വിവരമറിയിച്ചത്. നാഗവേണിയുടെ ഭർത്താവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. അവരുടെ കുടുംബകാര്യങ്ങളെപ്പറ്റി മുഴുവനും വിവരങ്ങളും ശേഖരിച്ചു. ഇവിടെയും ഭർത്താവിനെയോ മറ്റു കുടുംബാംഗങ്ങളെയോ സംശയിക്കാവുന്ന ഒന്നും ലഭിച്ചില്ല. പൊതുവെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന സ്വഭാവമാണ് നാഗവേണിയുടേത്. ആകെ പുറത്തു പോകുന്നത് ക്ഷേത്രങ്ങളിലാണ്. വലിയ ഭക്തയാണ്. ആ യുവതിയുടെ തീവ്ര ഭക്തിക്കുള്ള കാരണം അന്വേഷിച്ച പോലീസിന് മനസ്സിലായത് അവർക്ക് കുട്ടികളില്ല എന്നാണ്. വിവാഹത്തിന് ശേഷം 10 വർഷമായിരിക്കുന്നു. പലവിധ ചികിത്സകൾ നടത്തിയിട്ടും ഫലമില്ലാതെ വന്നതോടെയാണ് ഭക്തിയിലേക്ക് തിരിഞ്ഞത്. സന്താന സൗഭാഗ്യത്തിനായി നാഗവേണി പല ക്ഷേത്രങ്ങളിലും പൂജകൾക്കായി പോകുമായിരുന്നു. ആദ്യം കൂടെ പോകുമായിരുന്ന ഭർത്താവ് പിന്നീട് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയായി. അവസാനമായി പോകുന്ന അന്ന് തങ്ങളുടെ വിവാഹ മന്ത്രകോടിയാണ് നാഗവേണി ധരിച്ചതെന്ന് ഭർത്താവ് ശ്രദ്ധിച്ചു. പതിവിലധികം ആഭരണങ്ങളും ധരിച്ചിരുന്നു. എങ്കിലും അപ്പോൾ അയാൾ കൂടുതലൊന്നും അന്വേഷിക്കാൻ തുനിഞ്ഞില്ല. മരണം നടന്ന ക്ഷേത്ര പരിസരങ്ങളിൽ പോലീസ് വിശദമായി അന്വേഷിച്ചു. കൊലയാളിയിലേക്ക് നയിക്കാവുന്ന തെളിവുകളൊന്നും ലഭിച്ചില്ല. ഇതിന് സമാനമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്നറിയാനായി ഇൻസ്പെക്ടർ മേലധികാരികൾ വഴി എല്ലാ സ്റ്റേഷനുകളിലേക്കും വിവരം നൽകി. ദിവസങ്ങൾക്കകം ലഭിച്ച റിപ്പോർട്ട് ഞെട്ടിക്കുന്നതായിരുന്നു. ഏതാനും മാസങ്ങൾക്കിടയിലായി കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ 4 സ്ത്രീകൾ സൈനൈഡ് ഉള്ളിൽ ചെന്ന് മരണപ്പെട്ടതായി കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം നടന്നത് ഏതെങ്കിലും ക്ഷേത്ര പരിസരത്തായിരുന്നു. പ്രതിയായി ആരെയും കണ്ടെത്താനുമായിട്ടില്ല. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ കർണാടക പോലീസ് വിശദമായ ഒരു അന്വേഷണം ആരംഭിച്ചു. ബാംഗ്ലൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ DCP ശരത് ചന്ദ്രയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. മൊത്തം 6 മരണങ്ങൾ. ഇവ നടന്നിരിക്കുന്നത് 1999 മുതൽ 2007 വരെ. എന്നാൽ അവസാനത്തെ 5 മരണങ്ങളും നടന്നത് കേവലം 3 മാസങ്ങൾക്കുള്ളിൽ. ആത്മഹത്യയെന്നോ തെളിവില്ലെന്നോ ഉള്ള കാരണത്താൽ അവഗണിക്കപ്പെട്ടു പോയിരുന്നു ഓരോ മരണവും. 2006 ഡിസംബർ 29 ബാംഗ്ലൂർ സിറ്റിയിലെ മൈക്കോ ലേഔട്ട് പോലീസ് സ്റ്റേഷനിൽ ശങ്കർ എന്നൊരാളുടെ പരാതി കിട്ടിയിരുന്നു. ഡിസംബർ 7 മുതൽ അയാളുടെ ഭാര്യ രേണുക 23 വയസ്സ് കാണാനില്ല എന്നായിരുന്നു അത്. ഈ സമയത്ത് ശങ്കർ ദുബായിൽ ബിസിനസ് ടൂറിലായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ ചിന്താമണി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കൈവര യോഗി നാരായണൻ ആശ്രമത്തിൽ ഒരു യുവതിയുടെ മൃതശരീരം കണ്ടെത്തിയിരുന്നതായി മനസ്സിലാക്കി. ആളെ തിരിച്ചറിയാതെ മോർച്ചറിയിലായിരുന്നു ആ ബോഡി. ശങ്കറിന്റെ ഭാര്യ രേണുക തന്നെയായിരുന്നു അത്. തൻ്റെ ഭാര്യ എന്തിന് ഇത്രയും ദൂരെ ഒരു ആശ്രമത്തിൽ വന്നു എന്ന് അയാൾക്ക് മനസ്സിലായില്ല. രേണുകയുടെ മരണവും സൈനൈഡ് വിഷം മൂലമായിരുന്നു. കേസുകൾ പഠിച്ച ശരത്ചന്ദ്രയ്ക്ക് ഇവയിൽ ചില സാദൃശ്യങ്ങൾ കണ്ടെത്താനായി. മരിച്ച സ്ത്രീകളെല്ലാവരും സമ്പന്ന കുടുംബങ്ങളിലേതാണ്. ഇവരെല്ലാം കടുത്ത ഭക്തകളായിരുന്നു. ജീവിതത്തിലെ ചില പ്രയാസങ്ങളാണ്, അതായത് ആദ്യം പറഞ്ഞ കേസിലെ പില്ലമ്മയുടേതൊഴിച്ചാൽ അവരെ ഭക്തിയിലേക്ക് നയിച്ചത് അവരുടെ പ്രയാസങ്ങളായിരുന്നു. മാണ്ടയിൽ ഒരു ക്ഷേത്ര സത്രത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട മുനിയമ്മയുടെ കാര്യത്തിൽ പ്രത്യക്ഷമായ സ്വകാര്യ ദുഃഖങ്ങളൊന്നും കണ്ടെത്തിയിരുന്നില്ല. പക്ഷേ അവർ വളരെ സ്നേഹിച്ചിരുന്ന പുത്രൻ അവരിൽ നിന്നും അകന്നു പോയിരുന്നതായി ശരത്ചന്ദ്ര നിരീക്ഷിച്ചു. രേണുകയുടെ കേസിലെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് ഭർത്താവുമായി അവൾക്ക് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അയാളുടെ ബിസിനസ് ടൂറുകൾക്കും മറ്റും രേണുക എതിരായിരുന്നു. ഈ സംഭവങ്ങളിലെല്ലാം പൊതുവായി കണ്ടെത്തിയത് മരിച്ചവരുടെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു അഥവാ മോഷ്ടിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇവ 6 കൊലപാതകങ്ങൾ തന്നെയായിരിക്കാം. പക്ഷെ ഒരിടത്തു നിന്നും കൊലയാളിയുടേതായ സാന്നിധ്യം കണ്ടെത്താനാകുന്നില്ല. മരിച്ച സ്ത്രീകളുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന കൊലയാളി ഒരു സ്ത്രീ ആയിരിക്കാനാണ് സാധ്യത. പുരുഷനായ ഒരാളുടെ കൂടെ ഇവർ പോകാനുള്ള സാധ്യതയില്ല. മറ്റൊരു പ്രത്യേകത, ഇവരുടെയെല്ലാം താമസ സ്ഥലങ്ങളിൽ നിന്നും വളരെ അകലെയുള്ള അത്ര പ്രമുഖമല്ലാത്ത ക്ഷേത്ര പരിസരങ്ങളിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. ആഭരണങ്ങൾ മോഷ്ടിക്കാനുള്ള കൊലയാണെങ്കിൽ തീർച്ചയായും അവ എവിടെയെങ്കിലും വിൽക്കും. പോലീസ് ജുവല്ലറികൾ തോറും അന്വേഷണം ആരംഭിച്ചു. ഒരിടത്തു നിന്നും ആശാവഹമായ യാതൊന്നും ലഭിച്ചില്ല. ആരെങ്കിലും സ്വർണം വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നാൽ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഉടനെ പോലീസിനെ അറിയിക്കണമെന്ന് ജ്വല്ലറിക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. അങ്ങനെ ഒരു അറിയിപ്പ് കൊണ്ട് മാത്രം കാര്യമില്ലെന്ന് പോലീസിനറിയാം. രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പലയിടത്തും വേഷം മാറി നിരീക്ഷണം ആരംഭിച്ചു. 2007 ഡിസംബർ 30 പോലീസ് കാത്തിരുന്ന ആ ഇൻഫർമേഷൻ എത്തി. തുങ്കൂരിലുള്ള ഒരു പഴയ ജ്വല്ലറി ഉടമയിൽ നിന്നുമായിരുന്നു ആ വിവരം. മധ്യവയസ്കയായ ഒരു സ്ത്രീ സ്വർണം വിൽക്കാനായി അയാളെ സമീപിച്ചിട്ടുണ്ട്.
വാർത്തകളിൽ നിന്നും മറ്റും പോലീസ് ഒരു മധ്യവയസ്കയെ അന്വേഷിക്കുന്നതിനെ പറ്റി അയാൾക്കറിയാമായിരുന്നു. തൻ്റെ കയ്യിൽ നിന്ന് പണം കുറവാണെന്നും നാളെ വന്നാൽ മുഴുവൻ സ്വർണവും എടുത്തുകൊള്ളാമെന്നും അയാൾ ആ സ്ത്രീയോട് പറഞ്ഞു. മാർക്കറ്റ് വില തന്നെ കൊടുക്കാമെന്ന് സമ്മതിച്ചതിനാൽ അവർ വീണ്ടും വരുമെന്ന് തന്നെയാണ് അയാളുടെ വിശ്വാസം. ബാംഗ്ലൂർ പോലീസ് തുങ്കൂരിലേക്ക് പുറപ്പെട്ടു. ഡിസംബർ 31 രാവിലെ മുതൽ അവർ ടാക്സി ഡ്രൈവർമാരുടെയും ചുമട്ടുകാരുടെയും വഴിപോക്കരുടെയും വേഷത്തിൽ അവിടെ ചുറ്റിക്കറങ്ങി. ഒരാൾ ആ ജ്വല്ലറിയിലെ ജോലിക്കാരനായും മറ്റൊരാൾ സെക്യൂരിറ്റിക്കാരനായും കൂടി. ഉച്ചയാകുന്നു. തിരക്ക് വളരെ കുറഞ്ഞ സമയം. ജ്വല്ലറിക്ക് മുന്നിൽ വന്നു നിന്ന ഓട്ടോയിൽ നിന്നും മധ്യവയസ്കയായ ഒരു സ്ത്രീ ഇറങ്ങി. പ്രൗഢയായ അവർ പട്ടുസാരിയാണ് ഉടുത്തിരുന്നത്. കയ്യിലൊരു ബാഗുണ്ടായിരുന്നു. ജ്വല്ലറിയിൽ കയറി അവരെ ഉടമ സ്വാഗതം ചെയ്തു. ഇത്രയും സ്വർണം ഒന്നിച്ചു വാങ്ങുന്നത് കൊണ്ട് ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് അറിയിക്കാമോ എന്ന് അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതൊരു നടപടിക്രമം മാത്രമാണ്. ഓ, അതിനെന്താ? അവർ ബാഗിൽ നിന്നും ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് നീട്ടി. KV കെമ്പമ്മ ചിട്ടി ഫണ്ട് എന്ന് അതിൽ അടിച്ചിരുന്നു. ഞാനൊരു ചിട്ടി ഫണ്ട് നടത്തുന്നുണ്ട്. ഒപ്പം സ്വർണ്ണപ്പണയത്തിൽ പണം കടം കൊടുക്കാറുമുണ്ട്. തുക തിരികെ നൽകാത്തവരുടെ സ്വർണമാണിത്, അവർ വിശദീകരിച്ചു. ജ്വല്ലറി ഉടമ ആ കാർഡ് പരിശോധിച്ചു. അതിൽ ഫോൺ നമ്പർ അടക്കം എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു. സ്വർണം വാങ്ങി പരിശോധിച്ച അയാൾക്ക് ബോധ്യമായി അതൊരു വ്യക്തിയുടേത് മാത്രമാണെന്ന്. 2 കമ്മലുകൾ, മാലകൾ, വളകൾ, മോതിരങ്ങൾ. അതിലൊന്ന് വിവാഹമോതിരമാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുമായിരുന്നു. പോലീസ് ഒട്ടും വൈകിയില്ല. കെമ്പമ്മയെ പിടികൂടി. വനിതാ പോലീസ് എത്തി ഉടനടി അവരെ വാഹനത്തിൽ കയറ്റി ബാംഗ്ലൂരിലേക്ക് പോയി. വിശദമായ ചോദ്യം ചെയ്യലിൽ അമ്പരപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു പോലീസിന് ലഭിച്ചത്. കെമ്പമ്മ എന്ന ഔദ്യോഗിക നാമമുള്ള ഇവരുടെ വിളിപ്പേര് മല്ലിക എന്നായിരുന്നു. അതുകൂടാതെ ലക്ഷ്മി, സാവിത്രിയമ്മ, ജഗദമ്മ, ജയമ്മ അങ്ങനെ വിവിധ പേരുകളിൽ ഇവർ അറിയപ്പെട്ടിരുന്നു. ബാംഗ്ലൂരിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഇവരുടെ വീട്ടിൽ പോലീസ് എത്തി. ഭർത്താവ് നിംഹാൻസിൽ ഒരു തയ്യൽക്കാരനാണ്. 2 പെൺമക്കളും ഒരു മകനും. പെൺകുട്ടികളിൽ ഒരാൾ ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ നേടിയിട്ടുണ്ട്. മറ്റേയാൾ MA വിദ്യാർത്ഥിനി. മകൻ കാർ ഡ്രൈവർ. എന്നാൽ വർഷങ്ങളായി മല്ലികയും കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. ആദ്യകാലങ്ങളിൽ ചില വീടുകളിൽ സഹായിയായി മല്ലിക ജോലി നോക്കിയിരുന്നു. അതിൽ ഒരിടത്തു നിന്നും ഒരു മോഷണക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും 1 വർഷം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. അതോടെ കുടുംബത്തിൽ നിന്നും അവരെ ഇറക്കിവിട്ടു. തനിച്ചായ മല്ലിക ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ സഹായിയായി കൂടി. അവിടെ നിന്നാണ് പൊട്ടാസ്യം സൈനൈഡിനെ പറ്റി അവർ അറിയുന്നത്. ഉള്ളിലെത്തിയാൽ നിമിഷങ്ങൾക്കകം ആള് മരിക്കുമെന്ന ആ അറിവ് മല്ലികയുടെ ക്രിമിനൽ ബുദ്ധിയെ ഉണർത്തി. സ്വർണ്ണപ്പണിക്കാരൻ അറിയാതെ കുറച്ച് സൈനൈഡ് അവർ എടുത്തു സൂക്ഷിച്ചു. 1999 മമത ഹോസ്കോട്ടെ എന്നൊരു യുവതിയെ സൈനൈഡ് നൽകി കൊലപ്പെടുത്തിക്കൊണ്ടാണ് മല്ലിക തൊഴിൽ ആരംഭിച്ചത്. ക്ഷേത്ര പരിസരങ്ങളിലാണ് അവർ തൻ്റെ ഇരയെ കണ്ടെത്തിയിരുന്നത്. അതിനായി നെറ്റിയിലും ശരീരത്തുമൊക്കെ ഭസ്മം പൂശി രുദ്രാക്ഷം ധരിച്ച് തികഞ്ഞ ഭക്തിയുടെ വേഷത്തിൽ അവർ കറങ്ങി നടക്കും. ക്ഷേത്രങ്ങളിൽ വന്ന അമിതമായ ഭക്തി പ്രകടനം നടത്തുന്നവരെ മല്ലിക നിരീക്ഷിച്ചു. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തേടിയാണ് അവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് മല്ലികക്കറിയാം. കാഴ്ചയിൽ സമ്പന്ന കുടുംബങ്ങളിലെ സ്ത്രീകളെ മാത്രമേ അവർ തിരഞ്ഞെടുക്കുകയുള്ളൂ. അവരുമായി പരിചയം സ്ഥാപിച്ച് വിശ്വാസം നേടിയെടുക്കലാണ് ആദ്യപടി. പൂജകളിലും ആചാരങ്ങളിലുമുള്ള തൻ്റെ അറിവ് പ്രദർശിപ്പിക്കുന്നതോടെ ഇര അവരുടെ കെണിയിലാകും. ഒന്നിലേറെ തവണയുള്ള കൂടിക്കാഴ്ചയിലൂടെ മല്ലിക പറയുന്നത് അനുസരിക്കുന്ന നിലയിലേക്ക് ആ സാധു സ്ത്രീകൾ മാറും. തുടർന്ന് അകലെയുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവിടെ ചില വിശേഷാൽ പൂജകൾ ചെയ്താൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് അവരെ വിശ്വസിപ്പിക്കും. നല്ല വേഷം ധരിച്ച് സർവാഭരണ വിഭൂഷിതയായി പൂജിച്ചാലേ ദൈവങ്ങൾ പ്രീതിപ്പെടുകയുള്ളത്രേ. പൂജ നടത്തുന്ന കാര്യം രഹസ്യമായിരിക്കണമെന്നും ആരെങ്കിലും അറിഞ്ഞാൽ കാര്യസാധ്യമുണ്ടാവുകയില്ല എന്നും അവരെ ബോധ്യപ്പെടുത്തും. ഇരയുമായി അകലെയുള്ള ക്ഷേത്രത്തിലെത്തുന്ന മല്ലിക ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒഴിഞ്ഞു നിൽക്കും. മുറികൾ എടുക്കുന്നത് ഇരകളെ കൊണ്ട് തന്നെയാകും. മുറിയിലെത്തി അധികം വൈകാതെ പൂജ ആരംഭിക്കും. ചില പ്രത്യേക ചേഷ്ടകളൊക്കെ കാണിച്ചിട്ട് പൂജിച്ച ജലം അവർക്ക് കുടിക്കാൻ നൽകും. സൈനൈഡ് കലർത്തിയ വെള്ളം ഉള്ളിൽ ചെല്ലുന്ന ഇര തൽക്ഷണം മരണപ്പെടും. ഒരു കേസിൽ ഉറങ്ങുന്ന ഇരയുടെ വായിലേക്ക് സൈനൈഡ് ഒഴിക്കുകയായിരുന്നു. മറ്റൊരു കേസിൽ മുടി പുറകോട്ട് വലിച്ചിട്ട് തുറന്ന വായിലേക്ക് സൈനൈഡ് ഒഴിച്ചു കൊടുത്തു. നാഗവേണിയുടെ കാര്യത്തിൽ ക്ഷേത്ര പരിസരത്ത് ഒഴിഞ്ഞ മൂലയിൽ വെച്ച് ഇങ്ങനെയാണത്രേ കൊല നടത്തിയത്. ഇല്ലമ്മയെ കൂട്ടിക്കൊണ്ടുപോയത് ക്ഷേത്രത്തിൻ്റെ ഗോപുരം കാണിക്കാമെന്ന് പറഞ്ഞാണ്. ഭക്ഷണത്തിൽ കലർത്തിയാണ് സൈനൈഡ് കൊടുത്തത്. അറസ്റ്റ് ചെയ്യപ്പെട്ട കെമ്പമ്മയുടെ പേരിൽ വിവിധ കൊലപാതകങ്ങളുടെ കുറ്റപത്രം ചാർത്തപ്പെട്ടു. മാധ്യമശ്രദ്ധ നേടിയവർ സൈനൈഡ് മല്ലിക എന്നറിയപ്പെട്ടു. നാഗവേണി കേസിൽ 2009 മാർച്ച് 24 തുങ്കൂർ കോടതി സൈനൈഡ് മല്ലികയ്ക്ക് വധശിക്ഷ വിധിച്ചു. എന്നാൽ കർണാടക ഹൈക്കോടതി അത് ജീവപര്യന്തമായി കുറച്ചു. മറ്റു കേസുകളിലും സൈനൈഡ് മല്ലികയ്ക്ക് ജീവപര്യന്തം തടവ് ലഭിച്ചു. ഇന്ത്യയുടെ കുറ്റകൃത്യ ചരിത്രത്തിലെ ആദ്യ വനിതാ പരമ്പര കൊലയാളിയാണ് സൈനൈഡ് മല്ലിക. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെയൊക്കെ എന്തിനാ തൂക്കിക്കൊല്ലാതിരിക്കുന്നതെന്ന്. വെറുതെ തീറ്റിപ്പോറ്റുന്നതിലും നല്ലത് എന്തുകൊണ്ട് തൂക്കുകയർ കിട്ടിയില്ല എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്ക് അടുത്ത കഥയിലേക്ക് കടക്കാം. കഥ എന്ന് പറയുമ്പോൾ എനിക്കിത് പറയാൻ വളരെ വിഷമമുണ്ട്. യഥാർത്ഥത്തിൽ സംഭവിച്ചതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കുഴപ്പമില്ല, നമുക്ക് അടുത്ത സ്റ്റോറി കേൾക്കാം.
2011 ഡിസംബറിലെ ഒരു ദിനം മുംബൈയിലെ ഓഷിവാരിയിലുള്ള മകളുടെ ഫ്ളാറ്റിലേക്ക് നദീർ പട്ടേൽ കയറി ചെന്നു. പാകിസ്ഥാൻ വംശജനായ അയാളുടെ മകൾ ലൈല ഖാനും മാതാവും കുടുംബവും ഇവിടെയാണ് താമസം. ഏറെ നാളുകളായി നദീർ പട്ടേൽ അവരുമായി അകന്നു കഴിയുകയാണ്. ലൈലയുടെ അമ്മ ഇന്ത്യക്കാരിയായ സലീന ഖാനുമായുള്ള വിവാഹബന്ധം പണ്ടേ മുറിഞ്ഞുപോയിരുന്നു. പാകിസ്ഥാനിൽ വെച്ചാണ് ലൈല ജനിച്ചത്. വിവാഹമോചനശേഷം സലീന മകളുമായി മുംബൈയിൽ താമസമാക്കി. അവർ വീണ്ടും വിവാഹിതയായി. ആസിഫ് ഷേഖ് എന്നൊരു ബിസിനസ്സുകാരനായിരുന്നു വരൻ. സലീനയുമായി ബന്ധമൊന്നുമില്ലായിരുന്നുവെങ്കിലും മകൾ ലൈലയെ നദീർ പട്ടേൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും അന്വേഷിക്കുകയുമൊക്കെ ചെയ്യുമായിരുന്നു. ലൈല ഖാൻ ഇന്ത്യയിലും പാകിസ്ഥാനിലും പ്രശസ്തയായിരുന്നു. അതിന് കാരണമുണ്ട്. 2008 ബോളിവുഡിൽ റിലീസായ രാജേഷ് ഖന്ന അഭിനയത്തിലേക്ക് തിരികെ വന്ന വഫാ ഹേ ഡെഡ്ലി ലവ് സ്റ്റോറി എന്ന ചിത്രത്തിലെ നായിക അവളായിരുന്നു. ചിത്രത്തിലെ വളരെ ഗ്ലാമറസായ വേഷത്തിലൂടെ അവൾ പേരെടുത്തിരുന്നു. 2011 ഫെബ്രുവരിയിലാണ് നദീർ പട്ടേൽ ഒടുവിൽ മകളോട് ഫോണിൽ സംസാരിച്ചത്. പിന്നീട് മാസങ്ങളോളം അവളെ ബന്ധപ്പെടാനായില്ല. ഫോൺ വഴി നേരിട്ടും ബന്ധുക്കൾ വഴിയും ശ്രമിച്ചെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. ഒടുക്കം അയാൾ മുംബൈയിൽ നേരിട്ടെത്തി. ഫ്ലാറ്റിലെത്തിയപ്പോൾ മനസ്സിലായി ഒരുപാട് നാളുകളായി അവിടെ ആൾതാമസമില്ല എന്ന്. അയൽക്കാരോട് അന്വേഷിച്ചതിൽ നിന്നും ആർക്കും അവരെപ്പറ്റി ഒരു അറിവുമില്ലായിരുന്നു. സലീനയുടെ സഹോദരിമാരിൽ ചിലരെ അയാൾ ബന്ധപ്പെട്ടു. അവരിൽ ഒരാൾ പറഞ്ഞത് കഴിഞ്ഞ ഫെബ്രുവരി 7 സലീനയുമായി ഫോണിൽ സംസാരിച്ചു എന്നാണ്. തൻ്റെ ഭർത്താവുമായി ഇപ്പോൾ ഛത്തീസ്ഗഡിലാണുള്ളത് എന്നാണത്രേ പറഞ്ഞത്. പിന്നീട് അവർക്കും വിവരമൊന്നുമില്ല. ബന്ധുക്കളുമായി അത്ര ഊഷ്മള ബന്ധമൊന്നും സലീനയ്ക്കോ മകൾ ലൈലയ്ക്കോ ഉണ്ടായിരുന്നില്ല. ഒടുക്കം നദീർ ഒരു തീരുമാനമെടുത്തു. ഒഷിവാര പോലീസ് സ്റ്റേഷനിൽ അയാൾ ഒരു പരാതി സമർപ്പിച്ചു. തൻ്റെ മകൾ ലൈല ഖാനെ പറ്റി കഴിഞ്ഞ ഫെബ്രുവരിക്ക് ശേഷം യാതൊരു വിവരവുമില്ല എന്നും അവളെ കണ്ടെത്തി തരണമെന്നുമായിരുന്നു പരാതി. ഇതേ സമയത്ത് തന്നെ വഫ സിനിമയുടെ സംവിധായകൻ രാകേഷ് സാവന്തും പോലീസിൽ ഒരു പരാതി നൽകി. തൻ്റെ മുൻ ചിത്രത്തിലെ നായികയും പുതിയ ചിത്രത്തിലെ നായികയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവരുമായ ലൈല ഖാനെ പറ്റി യാതൊരു വിവരവുമില്ല എന്നായിരുന്നു ആ പരാതിയിലും പറഞ്ഞിരുന്നത്. ഇൻസ്പെക്ടർ സഞ്ജയ് മോറ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ: ലൈല ഖാനോടൊപ്പം അവളുടെ അമ്മ സലീന ഖാൻ, 2 സഹോദരിമാർ, ഇളയ സഹോദരൻ, ഒരു കസിൻ, ഇത്രയും പേരെയാണ് കാണാനില്ലാത്തത്. ഇവർ ഒഷിവാരിയിലെ ഫ്ളാറ്റിൽ ഒന്നിച്ചായിരുന്നു താമസം. മിക്കപ്പോഴും യാത്രയിലായിരിക്കുന്നതിനാൽ ഇവർ ഫ്ളാറ്റിൽ സ്ഥിരമായി ഉണ്ടാകാറില്ല. ആയതിനാൽ തന്നെ മറ്റുള്ളവർ ഇവരുടെ തിരോധാനം ശ്രദ്ധിച്ചിട്ടുമില്ല. മറ്റൊരു പ്രധാന വിവരം, 2 വർഷം മുമ്പ് സലീന തന്നേക്കാൾ വളരെ പ്രായം കുറഞ്ഞ് 30 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിനെ വിവാഹം ചെയ്തിരുന്നു എന്നതാണ്. സുമുഖനായ അയാൾ ഒരു ബോളിവുഡ് നടനാണെന്നാണ് പലരും ധരിച്ചിരുന്നത്. കാശ്മീരി സ്വദേശിയാണത്രേ അയാൾ. മുംബൈയിൽ പലയിടത്തായി സലീനയ്ക്കും ലൈലയ്ക്കും ഫ്ളാറ്റുകൾ ഉണ്ടായിരുന്നു. അവയുടെയൊക്കെ രേഖകൾ പരിശോധിച്ച ഇൻസ്പെക്ടർക്ക് ഒരു കാര്യം വിചിത്രമായി തോന്നി. എന്തെന്നാൽ അവയൊന്നും തന്നെ വില നൽകി വാങ്ങിയതായിരുന്നില്ല. മുംബൈയിലെയും ദുബായിലെയും ചില വൻകിട ബിസിനസ്സുകാരും വ്യക്തികളും സമ്മാനമായി നൽകിയതാണ്. ആദ്യ സിനിമയ്ക്ക് ശേഷം പിന്നീട് ഒരൊറ്റ ചിത്രം പോലും ലൈലയ്ക്ക് ലഭിച്ചിരുന്നില്ല. എന്നിട്ടും സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടില്ലാത്ത നിലയിലാണ് അവർ ജീവിച്ചിരുന്നത്. മഹാരാഷ്ട്രയിലെ ജഗത്പൂരിയിൽ ഒരു ഫാം ഹൗസ് പോലും അവർക്കുണ്ടായിരുന്നു. ഇടയ്ക്കിടെ വിനോദത്തിനായി അവർ കുടുംബസമേതം അവിടെ താമസിക്കാറുമുണ്ടായിരുന്നു. ലൈല നിരന്തരം ദുബായിൽ പോയിരുന്നതായി പോലീസ് മനസ്സിലാക്കി. എന്താണ് ലൈലയുടെ ദുബായ് ബന്ധങ്ങൾ എന്നതിനെപ്പറ്റി അവർക്കൊരു പിടിയും കിട്ടിയില്ല. പാകിസ്ഥാൻ വംശജയായ ലൈലയ്ക്ക് മുംബൈയിൽ ഇത്രയും സ്വത്തുകൾ വാങ്ങാൻ തക്ക ശേഷിയുണ്ടാകണമെങ്കിൽ അതിനനുസൃതമായ സാമ്പത്തിക സ്രോതസ്സുണ്ടാകണമല്ലോ. ചില തീവ്രവാദ സംഘടനകളിലേക്കായി പോലീസിന്റെ അന്വേഷണം. ലഷ്കർ ഇ തൊയ്ബ പോലുള്ള സംഘടനകൾ ദുബായ് വഴി ഇന്ത്യയിലേക്ക് പണം ഒഴുക്കുന്നതിനെപ്പറ്റി പോലീസിന് വിവരമുണ്ട്. ലൈലയുടെ കുടുംബത്തിലെ കാശ്മീർ സ്വദേശിയായ പുതിയ ഭർത്താവിന്റെ സാന്നിധ്യവും കൂട്ടിച്ചേർക്കുമ്പോൾ ചില നിഗമനങ്ങളിലേക്ക് പോലീസിന് എത്തുവാൻ സാധിച്ചു. ദുബായിൽ നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നും ബംഗ്ലാദേശ് സ്വദേശിയായ മുനീർ ഖാൻ എന്നൊരാളെ വിവാഹം ചെയ്തിരുന്നതായി വിവരം ലഭിച്ചു. ഹർക്കത്തുൽ ജിഹാദ് അൽ ഇസ്ലാമി എന്നൊരു തീവ്രവാദ സംഘടനയിലെ അംഗമായിരുന്നത്രേ അയാൾ. അവസാനം പോലീസ് എത്തിയ നിഗമനം ഇതാണ്: ലഷ്കർ ഇ തൊയ്ബ 2011 മുംബൈയിൽ ഒരു ഭീകരാക്രമണം പ്ലാൻ ചെയ്തിരുന്നു. അതിനുവേണ്ട സഹായങ്ങൾ ലഭ്യമാക്കാൻ അവർ ഉപയോഗിച്ചിരുന്നവരിൽ ഒരാൾ ലൈല ഖാനാണത്രേ. എന്തോ കാരണങ്ങളാൽ ആക്രമണം നടന്നില്ല. തുടർന്ന് ലൈലയും കുടുംബവും ദുബായിലേക്ക് താമസം മാറി. ലൈലയുടെ അച്ഛൻ നദീർ പട്ടേലിന് പക്ഷേ ഈ നിഗമനങ്ങളിൽ വിശ്വാസം വന്നില്ല. അയാൾ മുംബൈയിലെ ഹൈക്കോടതിയെ സമീപിച്ചു. കോടതിയുടെ ഉത്തരവ് പ്രകാരം മുംബൈ പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു. പോലീസ് സേനയിലെ മിടുക്കനായ ഹിമാംശു റോയ് എന്ന IPS ഓഫീസറുടെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം. സലീനയുടെ 2ാം ഭർത്താവായിരുന്ന ആസിഫ് ഷെയ്ഖിനെ പറ്റി ക്രൈംബ്രാഞ്ച് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. മുംബൈയിലെ ഒരു ഇടത്തരം ബിൽഡറായിരുന്നു അയാൾ. സലീനയുമായുള്ള കുറച്ചു കാലത്തെ ബന്ധത്തിന് ശേഷം അയാൾ വിവാഹമോചനം നേടുകയായിരുന്നു. എന്നാൽ സലീനയുടെ 3ാം വിവാഹശേഷവും ആസിഫ് ഷെയ്ഖ് അവരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായി പോലീസിന് മനസ്സിലായി. പോലീസ് ഷെയ്ഖിനെ ചോദ്യം ചെയ്തു. ചില സാമ്പത്തിക പ്രയാസങ്ങൾ അയാൾക്കുള്ളതായി പോലീസിനെ പിടികിട്ടി. പണം തട്ടിയെടുക്കുന്നതിനായി
സെലീനയെയും ലൈലയെയും മറ്റുള്ളവരെയും അയാൾ കടത്തിക്കൊണ്ടുപോയതായി പോലീസ് സംശയിച്ചു. അതിനെ ബലപ്പെടുത്തുന്ന മറ്റൊരു തെളിവ് കൂടി പോലീസിന് ലഭിച്ചു. സെലീനയുടെ മുഴുവൻ സ്വത്തുക്കളുടെയും പവർ ഓഫ് അറ്റോർണി ആസിഫ് ഷെയ്ഖിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും അവരില്ലാതായാൽ സ്വത്തുക്കൾ ഷെയ്ഖിന്റെ കൈകളിലെത്തുമല്ലോ. എന്നാൽ അയാൾ താൻ നിരപരാധിയാണെന്ന് വാദിച്ചു. വിവാഹമോചിതരായെങ്കിലും താനും സെലീനയുമായി നല്ല ബന്ധം തുടർന്നിരുന്നു. ലൈല ദുബായിലുള്ള ഒരു ബിസിനസ്സുകാരനെ വിവാഹം ചെയ്തതിനാൽ അവർ കുടുംബസമേതം അങ്ങോട്ടേക്ക് താമസം മാറ്റാൻ പ്ലാൻ ചെയ്തിരുന്നു. സെലീനയുടെ പുതിയ ഭർത്താവിനെ അവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് തന്റെ പേരിൽ അവരുടെ സ്വത്തുക്കളുടെ പവർ ഓഫ് അറ്റോർണി നൽകിയതെന്നായിരുന്നു അയാളുടെ വാദം. മാസങ്ങളായി തനിക്ക് അവരുമായി ബന്ധമില്ല എന്നും അവർ ദുബായിലേക്ക് പോയിട്ടുണ്ടെന്നാണ് താൻ വിശ്വസിച്ചിരുന്നതെന്നും അയാൾ പറഞ്ഞു. പോലീസിന് അയാളുടെ മൊഴികൾ അത്ര വിശ്വസനീയമായി തോന്നിയില്ല. എങ്കിലും അയാളെ കേസുമായി ബന്ധപ്പെടുത്താൻ തക്ക തെളിവുകൾ കിട്ടിയുമില്ല. അതോടെ അവരുടെ ശ്രദ്ധ സെലീനയുടെ മൂന്നാം ഭർത്താവിലേക്കായി. അത്ഭുതമെന്ന് പറയട്ടെ, അയാളെപ്പറ്റി കാര്യമായി ഒരു വിവരവും അവരിൽ നിന്ന് ലഭിച്ചില്ല. കാശ്മീരി സ്വദേശിയാണ് അയാളെന്ന് മാത്രം അറിയാം. മാസങ്ങളോളമായി അയാൾ മുംബൈയിൽ നിന്നും അപ്രത്യക്ഷനായിട്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണം തൽക്കാലം വഴിമുട്ടി നിന്നു. 2012 ജൂൺ മാസം ജമ്മു കാശ്മീരിലെ കിഷ്ട്വാർ പോലീസിനൊരു പരാതി കിട്ടി. അവിടുത്തെ ഒരു പ്രാദേശിക ബാങ്കായിരുന്നു പരാതിക്കാർ. ബാങ്കിൽ നിന്നും 10 ലക്ഷം രൂപ ലോൺ എടുത്ത പർവേസ് തക്ക് എന്നൊരാൾ നിരന്തരമായി തിരിച്ചടവ് മുടക്കിയിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി അയാളുമായി ബന്ധപ്പെടാനാകുന്നില്ല എന്നുമാണ് അതിൽ പറഞ്ഞിരുന്നത്. അയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ബാങ്കിന്റെ പരാതി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പർവേസ് തക്ക് ഒരു കരാറുകാരനായിരുന്നു. ചെറുപ്പക്കാരൻ സുമുഖൻ ഫോറസ്റ്റ് കോൺട്രാക്ടർ. ബിസിനസ് ആവശ്യത്തിലേക്കായിരുന്നു ലോൺ എടുത്തത്. എന്നാൽ ബിസിനസ് പൊളിഞ്ഞിട്ടോ എന്തോ അയാളെ പിന്നീട് നാട്ടിൽ കാണാതായി. അതിനെപ്പറ്റി വേറെയും ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഭീകര സംഘടനയായ ലഷ്കറുമായി അയാൾ ബന്ധമുണ്ടത്രേ. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് കിഷ്ട്വാറിലെ ഒരു പഴയ കെട്ടിടത്തിന്റെ പോർച്ചിൽ നിന്നും ഒരു സ്കോർപിയോ കാർ കണ്ടെത്തുന്നത്. മാസങ്ങളോളമായി ഉപയോഗിക്കാതെ കിടന്നിരുന്ന ആ വാഹനത്തെപ്പറ്റി ആരോ പോലീസിൽ അറിയിക്കുകയായിരുന്നു. കിഷ്ട്വാർ പോലീസ് സ്ഥലത്തെത്തി. വാഹനം കസ്റ്റഡിയിലെടുത്തു. മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ നമ്പറായിരുന്നു. വാഹന ഉടമയെ പറ്റിയുള്ള അന്വേഷണത്തിന്റെ ഒടുവിൽ അത് ഉപയോഗിച്ചിരുന്നത് പർവേസ് തക്കാണെന്ന് പോലീസ് കണ്ടെത്തി. ഉടൻ അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണമായി. അധികം വൈകാതെ കാശ്മീരിൽ നിന്നും തക്കിനെ കസ്റ്റഡിയിലെടുത്തു. അയാളെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ബിസിനസ് തകർച്ച മൂലം താൻ നാട് വിട്ടുവെന്നും മുംബൈയിൽ ജോലി ചെയ്യുകയായിരുന്നുവെന്നും അങ്ങനെ വാങ്ങിയതാണ് സ്കോർപിയോ എന്നും അയാൾ പറഞ്ഞു. ബാങ്കിൽ കടമുള്ളതിനാലും മറ്റു ചില സ്വകാര്യ കടങ്ങൾ ഉള്ളതിനാലുമാണ് വാഹനം ഉപയോഗിക്കാൻ മടിച്ചതെന്നും അത് വിൽക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു താനെന്നും അയാൾ പോലീസിനെ അറിയിച്ചു. ജമ്മു കാശ്മീർ പോലീസ് സ്കോർപിയോയുടെ നമ്പർ മഹാരാഷ്ട്ര പോലീസിനെ അറിയിച്ചു. അതിന്റെ ഉടമസ്ഥരെ പറ്റിയുള്ള വിവരം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അധികം വൈകാതെ ആ വിവരം ലഭിച്ചു. ലൈല ഖാൻ എന്നൊരു സ്ത്രീയുടെ പേരിലാണ് അത് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിനും പർവേസ് തക്കിന് വിശദീകരണമുണ്ടായിരുന്നു. താൻ മുംബൈയിൽ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നെന്നും അവർ പിന്നീട് ദുബായിലേക്ക് താമസം മാറിയപ്പോൾ തന്നെ ഏൽപ്പിച്ചതാണ് ഈ കാറെന്നുമായിരുന്നു വിശദീകരണം. പോലീസിന് ഈ മൊഴി അത്ര വിശ്വസനീയമായി തോന്നിയില്ല. അവർ മുംബൈ പോലീസിനെ ബന്ധപ്പെട്ടു. രജിസ്ട്രേഷൻ ഡാറ്റയിലെ വിലാസപ്രകാരമുള്ള ലൈല ഖാൻ എന്ന സ്ത്രീയെ പറ്റിയുള്ള വിവരം നൽകാൻ അഭ്യർത്ഥിച്ചു. മുംബൈ ക്രൈംബ്രാഞ്ച് ആ വിലാസം പരിശോധിച്ചപ്പോൾ അത് അപ്രത്യക്ഷയായ ലൈല ഖാൻ തന്നെയാണെന്ന് ബോധ്യമായി. അവർ ഉടനെ പർവേസ് തക്കിനെ തങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ വിട്ടുതരണമെന്ന് അഭ്യർത്ഥിച്ചു. അധികം വൈകാതെ പർവേസ് തക്ക് മുംബൈ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലായി. ഹിമാംശു റോയ് അയാളെ വിശദമായി ചോദ്യം ചെയ്തു. തന്നേക്കാൾ ഏറെ പ്രായമുള്ള സെലീന ഖാനെ വിവാഹം ചെയ്ത കാര്യം അയാൾ സമ്മതിച്ചു. തനിക്ക് പാസ്പോർട്ട് ഇല്ലാത്തതിനാൽ തന്നെ ഒഴിവാക്കി സെലീനയും ലൈലയും കുടുംബവും ദുബായിലേക്ക് താമസം മാറ്റിയെന്ന് അയാൾ പറഞ്ഞു. എന്നാൽ അത് അങ്ങനെ തന്നെ വിശ്വസിക്കാൻ റോയി തയ്യാറായിരുന്നില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിൽ ലൈല ഖാന്റെ തിരോധാനം സംബന്ധിച്ച് ആദ്യം അന്വേഷിച്ച ഇൻസ്പെക്ടർ സഞ്ജയ് മോറയും ഉണ്ടായിരുന്നു. അന്ന് ലൈലയുടെ ഇഗത്പൂരിയിലുള്ള ഫാം ഹൗസിനെ പറ്റി അദ്ദേഹം വിശദമായി അന്വേഷിച്ചിരുന്നു. 2011 ഫെബ്രുവരിയിൽ അവിടെ ഒരു തീപിടുത്തമുണ്ടായതായി ഒരു പരിസരവാസി പറഞ്ഞിരുന്നു. എന്നാൽ അയാൾ പറഞ്ഞ മറ്റൊരു കാര്യം ഇപ്പോഴും ഇൻസ്പെക്ടറുടെ ഓർമ്മയിലുണ്ട്. പേർഷ്യൻ ഇനത്തിൽപ്പെട്ട 2 പൂച്ചകൾ അവിടെ കുറ്റിക്കാട്ടിൽ അലഞ്ഞു നടക്കുന്നതായി കണ്ടുവന്നതാണത്. സാധാരണ ഗതിയിൽ സമ്പന്ന കുടുംബങ്ങളിൽ മാത്രം ഓമനിച്ചു വളർത്തുന്ന ഇനം പൂച്ചകളാണല്ലോ അവ. സഞ്ജയ് മോറെ സെലീനയുടെയും ലൈലയുടെയും കുടുംബത്തിലെ സാഹചര്യങ്ങളെപ്പറ്റി തക്കിനോട് ചോദിച്ചു. അതിനൊക്കെ തൃപ്തികരമായിരുന്നു അയാളുടെ മറുപടി. ലൈല 2 പൂച്ചകളെ വളർത്തിയിരുന്നു. ഇൻസ്പെക്ടർ തുടർന്നു ചോദിച്ചു. ഉവ്, തക്ക് സമ്മതിച്ചു. അവളെവിടെ പോകുമ്പോഴും അവയെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. അവ ഇപ്പോൾ എവിടെ കാണും? ദുബായിലേക്ക് അവർ കൊണ്ടുപോയിട്ടുണ്ടാവും, തക്ക് പറഞ്ഞു. ഇല്ല, ഇഗത്പൂരിയിലെ കുറ്റിക്കാട്ടിൽ അലഞ്ഞു നടക്കുകയാണിപ്പോഴും. ഇൻസ്പെക്ടറുടെ ഈ മറുപടി തക്കിനെ ഒന്ന് ഞെട്ടിച്ചു. എപ്പോഴും കൂടെ കൊണ്ടു നടക്കുമായിരുന്ന പൂച്ചകളെ കുറ്റിക്കാട്ടിൽ അലയാൻ വിട്ടിട്ട് ലൈല ദുബായിലേക്ക് പോകുമോ? തക്കിന് പെട്ടെന്നൊരു ഉത്തരം പറയാൻ കിട്ടിയില്ല. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ചോര മരവിപ്പിക്കുന്ന ഒരു കൂട്ടക്കൊലയുടെ കഥയാണ് പുറത്തു വന്നത്. കാശ്മീർ സ്വദേശിയായ പർവേസ് തക്ക് ബോളിവുഡ് സ്വപ്നങ്ങളുമായി നടക്കുന്ന ഒരു യുവാവായിരുന്നു. അതിനുള്ള സൗന്ദര്യം തനിക്കുള്ളതായി അയാൾ വിശ്വസിച്ചു. കാശ്മീരിലെ രാഷ്ട്രീയത്തിലും അയാളൊന്ന് പയറ്റി. ലോക്കൽ ഇലക്ഷനിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. ആ വഴി കുറെ കടം കയറി. ഇടയ്ക്കിടെ അയാൾ മുംബൈയിൽ വരുമായിരുന്നു.
അങ്ങനെ ഒരിക്കലൊരു പാർട്ടിയുടെ മീറ്റിങ്ങിൽ വെച്ചാണ് മധ്യവയസ്കയായ സെലീന ഖാനുമായി പരിചയപ്പെടുന്നത്. ആയിടെ ഇറങ്ങിയ ഹിറ്റ് സിനിമ വഫായിലെ നായിക ലൈല ഖാന്റെ മാതാവാണ് സെലീന എന്നയാൾക്ക് മനസ്സിലായി. അവരുമായുള്ള ബന്ധം തനിക്ക് ബോളിവുഡിലേക്കൊരു വഴി തുറന്നു തന്നേക്കും. സെലീനയുമായി അയാൾ പലപ്പോഴും കണ്ടുമുട്ടി. യുവാവായ തക്കിനോട് സെലീനയ്ക്കും താല്പര്യമായി. തൻ്റെ മകളുമായി സംസാരിച്ച് അടുത്ത സിനിമയിൽ ഒരു റോൾ സംഘടിപ്പിക്കാമെന്ന് സെലീന വാക്കുകൊടുത്തു. അതിൻ്റെയൊക്കെ ചിലവിലേക്കായി 5 ലക്ഷം രൂപ തനിക്ക് നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അത് സമ്മതിച്ച തക്ക് കാശ്മീരിലേക്ക് പോയി. ബാങ്കിൽ നിന്നും ലോൺ സംഘടിപ്പിച്ച് ആ കാശുമായി അയാൾ മുംബൈയിൽ തിരികെ എത്തി. ക്യാഷ് സ്വീകരിച്ച സെലീനയ്ക്ക് അയാളോട് വലിയ സ്നേഹമായി. ആ സ്നേഹം അവരുടെ വിവാഹത്തിലാണ് കലാശിച്ചത്. തന്നേക്കാൾ ഏറെ മുതിർന്ന ആ സ്ത്രീയെ വിവാഹം ചെയ്യുമ്പോൾ തക്കിന് പല കണക്കുകൂട്ടലുകളും ഉണ്ടായിരുന്നു. മുംബൈയിൽ പലയിടത്തായി സെലീനയ്ക്കും ലൈലയ്ക്കും സ്വത്തുക്കളുണ്ട്. അവയ്ക്ക് കൈകാര്യം ചെയ്യാൻ അവസരം, ബോളിവുഡിൽ ഒരു നടനായി തിളങ്ങുക, അങ്ങനെ പലതും. ലൈലയെ സംബന്ധിച്ചിടത്തോളം വഫയ്ക്ക് ശേഷം അവൾക്ക് സിനിമയൊന്നും ലഭിച്ചില്ല. ആഡംബര ജീവിതം നയിച്ചിരുന്ന അവൾക്ക് ചിലവഴിക്കാൻ കാശില്ലാതെ ആയതോടെ ദുബായിലേക്കുള്ള ബിസിനസ് യാത്രകൾ ആരംഭിച്ചു. പലപ്പോഴും സെലീനയും കുടുംബവും ഒപ്പം പോകും. പർവേസ് തക്കിന് ബോളിവുഡിൽ യാതൊരു അവസരവും ലഭിച്ചില്ല. കാശ്മീരിലാണെങ്കിൽ ബാങ്കിൽ പെരുകി വരുന്ന കടവും. നിരാശനായ അയാൾ സെലീനയോട് തൻ്റെ പണം തിരികെ ആവശ്യപ്പെട്ടു. പരിഹാസ ചിരി മാത്രമായിരുന്നു മറുപടി. ഇത് പലപ്പോഴും അവർ തമ്മിൽ കലഹത്തിന് കാരണമായി. അങ്ങനെ ഇരിക്കെയാണ് മുൻ ഭർത്താവ് ആസിഫ് ഷെയ്ഖുമായി സെലീന വീണ്ടും ബന്ധം സ്ഥാപിച്ചത്. അത് പർവേസ് തക്ക് അറിയുന്നതും. സെലീനയുടെ ഇളയ കുട്ടികളുടെ അച്ഛൻ അയാളാണ്. കാര്യങ്ങൾ തൻ്റെ പിടിയിൽ നിന്നും പോകുന്നതായി തക്കിന് തോന്നി. ലൈല ദുബായിൽ വിവാഹം കഴിച്ചതും കുടുംബസമേതം എല്ലാവരും അങ്ങോട്ടേക്ക് താമസം മാറുന്നതും തക്കറിഞ്ഞു. ആ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തിയില്ല എന്ന് അയാൾ മനസ്സിലാക്കി. സെലീനയുടെ മുംബൈയിലെ സ്വത്തുക്കൾ നോക്കി നടത്താനുള്ള പവർ ഓഫ് അറ്റോർണി മുൻ ഭർത്താവ് ആസിഫ് ഷെയ്ഖിന്റെ പേരിലാണെന്ന് കൂടി അറിഞ്ഞതോടെ തക്കിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. 2011 ഫെബ്രുവരി 7 ഇഗത്പൂരിലുള്ള ഫാം ഹൗസിൽ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകാമെന്ന് സെലീന കുടുംബത്തിലെ എല്ലാവരോടായി പറഞ്ഞു. അടുത്ത ആഴ്ച അവർ ദുബായിലേക്ക് പോകുമല്ലോ. എല്ലാവർക്കും വലിയ സന്തോഷമായി. സെലീന, ലൈലയുടെ സഹോദരിമാരായ അസ്മിന, സാറ, സഹോദരൻ ഇമ്രാൻ, കസിൻ അഫ്രീൻ, പർവേസ് തക്ക് എന്നിവർ ഒരു സ്കോർപിയോ കാറിലും ഔട്ട്ലാൻഡർ കാറിലുമായി ഫാം ഹൗസിലേക്ക് പുറപ്പെട്ടു. ഗ്രാമപ്രദേശമാണ് ഇഗത്പൂര്. തൊട്ടടുത്താണെങ്കിൽ താമസക്കാരാരുമില്ല. അല്പം പഴക്കം ചെന്ന ഒരു കെട്ടിടമാണ് ഫാം ഹൗസ്. അന്നത്തെ സായാഹ്നം വളരെ സന്തോഷകരമായിരുന്നു. മുറ്റത്ത് കനലിൽ ചുട്ട ബാർബിക്യൂ തയ്യാർ ചെയ്ത് അവർ ആഘോഷിച്ചു. ഏറെ വൈകിയാണ് എല്ലാവരും കിടന്നത്. രാത്രി ഏകദേശം 1 മണിയോടെ പർവേസ് തക്കും സെലീനയും തങ്ങളുടെ മുറിയിൽ ചെറിയൊരു വാക്കുതർക്കം ആരംഭിച്ചു. മുംബൈയിലെ സ്വത്തുക്കളുടെ പവർ ഓഫ് അറ്റോർണി മുൻ ഭർത്താവിനെ ഏൽപ്പിച്ചതായിരുന്നു വിഷയം. എന്നാൽ സെലീന തക്കിനെ തീരെ വകവച്ചില്ല. അയാൾ താൻ നേരത്തെ കരുതിയിരുന്ന സ്റ്റീൽ വടി കയ്യിലെടുത്തു. അതുകൊണ്ട് തലയ്ക്കടിയേറ്റ് സെലീന വീണു. ശബ്ദം കേട്ട് ഇമ്രാൻ ഓടി വന്നു. അവൻ തക്കിനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി. അവനും സ്റ്റീൽ കൊണ്ടുള്ള അടിയേറ്റ് വീണു. പിന്നീട് അവിടെ നടന്നത് കൂട്ടക്കൊലയായിരുന്നു. ആ കുടുംബത്തിലെ എല്ലാവരും കൊല ചെയ്യപ്പെട്ടു. ഫാം ഹൗസിന് ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു, കാശ്മീരിയായ ഷബീർ ഹുസൈൻ. അയാളെ തക്ക് നിയമിച്ചതാണ്. ഈ ക്രൂരകൃത്യത്തിന് അയാളും സഹായിച്ചു. തുടർന്ന് ബോഡികൾ മറവ് ചെയ്യാനുള്ള ശ്രമമായി. വാട്ടർ ടാങ്കിൻ എന്ന പേരിൽ ഫാം ഹൗസിന്റെ പിൻഭാഗത്ത് ഒരു കൂറ്റൻ കുഴി നിർമ്മിച്ചിരുന്നു. 12 അടി നീളവും 8 അടി വീതിയും 6 അടി ആഴവും ഉണ്ടായിരുന്നു അതിന്. പർവേസ് തക്കും ഷബീർ ഹുസൈനും കൂടി 3 ശരീരങ്ങൾ അതിലിട്ടു. തുടർന്ന് ഇഷ്ടിക നിരത്തി 2 അടിയോളം അത് മൂടി. അതിനു മുകളിൽ ബാക്കി 3 ശരീരങ്ങൾ. അവരെ ചോര പുരണ്ട വസ്ത്രങ്ങളും ഷീറ്റുകളും കൊണ്ട് മൂടിയ ശേഷം വീണ്ടും ഇഷ്ടിക നിരത്തി. പിന്നീട് കുഴി മൊത്തം മൂടി. കുഴിക്ക് മുകളിൽ ഇഷ്ടികയും കല്ലും നിരത്തി. പുറമെ നിന്ന് അങ്ങനെ ഒരു കുഴി പെട്ടെന്ന് അറിയാത്തവണ്ണം എല്ലാം ഭദ്രമാക്കി. തുടർന്ന് പെട്രോൾ ഒഴിച്ച് ഫാം ഹൗസിന് തീ കൊടുത്തു. കുറേ ഭാഗങ്ങൾ മാത്രമേ കത്തിയുള്ളൂ. ഇതിനിടയിൽ സ്കോർപിയോയും ഔട്ട്ലാൻഡറുമായി തക്കും ഷബീറും അവിടെ നിന്നും കടന്നു. ഔട്ട്ലാൻഡർ എവിടെയോ പൊളിച്ച് വിൽപ്പനയ്ക്ക് കൊടുത്തു. സ്കോർപിയോയുമായി പല വഴി കറങ്ങി കാശ്മീർ വരെ എത്തി. പിന്നീടത് പഴയൊരു കെട്ടിടത്തിൽ നിർത്തിയിട്ടു. അവിശ്വസനീയമായി ഈ കഥ കേട്ട് പോലീസ് മരവിച്ചിരുന്നു. അവർ തക്കിനെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് അയാളെയും കൊണ്ട് ഇഗത്പൂരിയിലേക്ക് പോയി. അവിടെ മൃതദേഹങ്ങൾ മറവ് ചെയ്ത സ്ഥലം അയാൾ കാട്ടിക്കൊടുത്തു. പോലീസ് അവിടം കുഴിച്ചു. 6 അസ്ഥിപഞ്ജരങ്ങൾ കണ്ടെടുത്തു. തുടർന്ന് DNA പരിശോധനയിൽ അവ ലൈല ഖാന്റെയും സെലീനയുടെയും കുടുംബത്തിന്റെയും തന്നെയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ഇതാണ് ലൈല ഖാൻ കൊലക്കേസ്. തീർന്നില്ല, ഇനിയുമുണ്ട് കൊലക്കേസ്. ഹെഡ്ഫോൺ ഒന്നുകൂടി തിരികെ കയറ്റിവെച്ചോളൂ. നമുക്ക് അടുത്ത യഥാർത്ഥ സംഭവത്തിലേക്ക് കടക്കാം. ഡൽഹിയുടെ സമീപത്തെ പ്രമുഖമായൊരു നഗരമാണ് നോയിഡ. ഉത്തർപ്രദേശിന്റെ ഭാഗം. വിശാലമായ റെസിഡൻഷ്യൽ ഏരിയകളും വ്യവസായ സ്ഥാപനങ്ങളുമെല്ലാം നോയിഡയിലുണ്ട്. 2008 മെയ് 15 നോയിഡയിലുള്ള ഹൗജ് ഖാസ് ക്ലിനിക്കിലെ ഡെന്റിസ്റ്റ് ഡോക്ടർ നുപൂർ തൽവാർ തൻ്റെ രാവിലത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് പോകാനിറങ്ങി. വളരെ തിരക്കുള്ള ദിവസം. രാവിലെ 9 മണി മുതൽ ഉച്ചവരെ ഒരേ തിരക്ക്. അവർ ക്ലിനിക്കിൽ നിന്നും തൻ്റെ കാറിൽ ഡൽഹി പബ്ലിക് സ്കൂളിലേക്ക് പോയി. അവിടെ പഠിക്കുന്ന മകൾ 14-കാരിയായ ആരിഷി തൽവാർ അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് അമ്മയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു.
അവളെയും കൂട്ടി വീട്ടിലേക്ക് പോകുമ്പോഴാണ് നാത്തൂൻ, അതായത് ഭർത്താവ് ഡോക്ടർ രാജേഷ് തൽവാറിന്റെ അനുജൻ ദിനേശിന്റെ ഭാര്യ വന്ദന തൽവാറിന്റെ ഫോൺ വന്നത്. അവരും ഉച്ചഭക്ഷണത്തിനുണ്ടാകുമത്രേ. വന്ദനയെയും കൂട്ടി നുപൂർ താമസ സ്ഥലമായ ജലവായു വിഹാർ അപ്പാർട്ട്മെന്റിലെത്തി. നേപ്പാളിയായ വേലക്കാരൻ ഹോംരാജ് ഭക്ഷണമെല്ലാം തയ്യാറാക്കി വച്ചിട്ടുണ്ടായിരുന്നു. മൂവരും ഉച്ചഭക്ഷണം കഴിച്ചു, വിശേഷങ്ങൾ പങ്കുവച്ചു. ഡോക്ടർ നുപൂരിന് ഉച്ചയ്ക്ക് ശേഷം 4:30 മുതൽ 7 മണി വരെ ഫോർട്ടിസ് ആശുപത്രിയിൽ കൺസൾട്ടേഷനുണ്ട്. അതുകൊണ്ട് അധികം വൈകാതെ അവർ പോയി. കൂടെ വന്ദനയും. ആരുഷി തനിച്ച് അവളുടെ റൂമിലും. അവളുടെ അച്ഛൻ ഡോക്ടർ രാജേഷ് തൽവാർ തിരക്കുള്ളൊരു ഡെന്റിസ്റ്റും ഡെന്റൽ കോളേജ് അധ്യാപകനുമാണ്. രാവിലെ 8:45 മുതൽ ഉച്ച കഴിഞ്ഞ് 3:30 വരെ അദ്ദേഹം ITS ഡെന്റൽ കോളേജിൽ ക്ലാസ് എടുക്കും. അത് കഴിഞ്ഞാൽ ഹൗജുക്കാസ് ക്ലിനിക്കിൽ രോഗികളെ പരിശോധിക്കും. രാത്രി 8:30 വരെ അവിടെ ഡ്യൂട്ടിയുണ്ട്. ഹൗജുക്കാസ് ക്ലിനിക്ക് ഡോക്ടർ രാജേഷിൻ്റെയും മറ്റൊരു ഡോക്ടറായ പ്രഫുൽ ദുറാനിയുടെയും കൂട്ടുടമസ്ഥതയിലുള്ളതാണ്. ഡോക്ടർ പ്രഫുലിൻ്റെ ഭാര്യ ഡോക്ടർ അനിതയും ഇതേ ക്ലിനിക്കിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. രാജേഷിൻ്റെയും പ്രഫുലിൻ്റെയും കുടുംബങ്ങൾ വളരെ അടുത്ത ബന്ധമാണ് പുലർത്തിയിരിക്കുന്നത്. അവരുടെ താമസവും അടുത്ത് തന്നെ, നോയിഡയിലെ സെക്ടർ 25, അതായത് ജലവായു വിഹാർ. പൊതുവെ സമ്പന്നരുടെ മേഖലയാണ്. നുപൂരിൻ്റെ മാതാപിതാക്കളും ഇതിൻ്റെ അടുത്തായിട്ടാണ് താമസം, നടന്നു പോകാവുന്ന ദൂരത്തിൽ. രാത്രി 7:30 നുപൂർ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ തിരികെ എത്തി. 2ാം നിലയിലാണ് അവരുടെ അപ്പാർട്ട്മെൻറ്റ്, L32. 3 ബെഡ്റൂമുകളും ഒരു ഹാളും, കൂടാതെ വേലക്കാരന് താമസിക്കാനായി ഒരു മുറി കൂടിയുണ്ട്. രാത്രി 9:30 ഡോക്ടർ രാജേഷ് തൽവാർ വീട്ടിൽ മടങ്ങിയെത്തി. അദ്ദേഹത്തിൻ്റെ കാർ ഓടിക്കുന്നത് ഡ്രൈവറാണ്, ഉമേഷ് ശർമ്മ. അപ്പാർട്ട്മെൻറ്റിന് മുമ്പിൽ രാജേഷിനെ ഇറക്കിയ ശേഷം ഉമേഷ് കാറുമായി നുപൂരിൻ്റെ മാതാപിതാക്കൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. കാർ അവിടെയാണ് എന്നും പാർക്ക് ചെയ്യുന്നത്. രാജേഷിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ കാർ പാർക്കില്ല. കാറ് പാർക്ക് ചെയ്ത ശേഷം ഉമേഷ് നടന്നു. ഡോക്ടർ രാജേഷിൻ്റെ വീട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ ടിഫിനും മറ്റും സാധനങ്ങളുമുള്ള ബാഗ് വേലക്കാരൻ ഹോംരാജിനെ ഏൽപ്പിച്ചു. അയാൾ അടുക്കളയിൽ തിരക്കിട്ട പണിയിലായിരുന്നു. പിന്നെ കാറിൻ്റെ താക്കോൽ ഏൽപ്പിക്കാനായി ഹാളിലേക്ക് ചെന്നു. അവിടെ ഡൈനിങ് ടേബിളിന് സമീപം ആരുഷിയും അമ്മയും ഇരുന്ന് TV കാണുന്നു. അപ്പോൾ ഡോക്ടർ രാജേഷ് ബെഡ്റൂമിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. താക്കോൽ അദ്ദേഹത്തെ ഏൽപ്പിച്ച് ഉമേഷ് ഇറങ്ങി. അപ്പോൾ സമയം രാത്രി ഏകദേശം 9:45 ആയിരുന്നു. അത്താഴത്തിന് ശേഷം ആരുഷി അവളുടെ മുറിയിലേക്ക് പോയി. അല്പസമയത്തിന് ശേഷം രാജേഷും നുപൂരും മകളുടെ മുറിയിലേക്ക് ചെന്നു. അവരുടെ കയ്യിൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, ഒരു സോണി ഡിജിറ്റൽ ക്യാമറ. മെയ് 24 അവളുടെ ജന്മദിനമാണ്. അന്ന് നൽകാനായി ഒരു ക്യാമറ രാജേഷ് ഓർഡർ ചെയ്തിരുന്നു. മുംബൈയിൽ നിന്നും കൊറിയറായിട്ടാണ് അത് വന്നത്. അന്ന് രാവിലെ വന്ന അത് വേലക്കാരൻ ഹോംരാജാണ് സ്വീകരിച്ചത്. അയാളത് രാജേഷിനെ ഏൽപ്പിച്ചു. എന്നാൽ ഡോക്ടർ നുപൂരിൻ്റെ അഭിപ്രായം ആ സമ്മാനം നേരത്തെ തന്നെ അവൾക്ക് കൊടുക്കാമെന്നായിരുന്നു. ഒടുക്കം രാജേഷ് അത് സമ്മതിച്ചു. രണ്ടാളും കൂടി മോൾക്കത് സമ്മാനിച്ചു. ആരുഷി അതിശയിച്ചു പോയി. ഇത്രയും വലിയൊരു സമ്മാനം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. സത്യത്തിൽ വിസ്മയത്തോടെ അവൾ അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ചു. അവരോടൊപ്പം നിന്ന് പല പോസിൽ ഫോട്ടോകളെടുത്തു. 10:15 രാജേഷും നുപൂരും മകളുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോന്നു. ആരുഷി വാതിലടച്ചു. അടച്ചാലുടൻ തനിയെ ലോക്കാവുന്ന പൂട്ടാണതിന്. രാജേഷും ഭാര്യയും അവരുടെ റൂമിലേക്ക് പോയി. ആരുഷിയുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ റൂമും. രാത്രി 11 മണിയോടെ രാജേഷിന് ഇൻ്റർനെറ്റ് ഉപയോഗിക്കേണ്ട ചില ആവശ്യങ്ങളുണ്ടായി. ഓഹരി കമ്പോളത്തിൽ കുറച്ച് മുതലിറക്കിയിട്ടുണ്ട് അദ്ദേഹം. അതിൻ്റെ ഉയർച്ച താഴ്ചകൾ ദിനം പരിശോധിക്കേണ്ടതാണ്. പിന്നെ ചില ഇമെയിലുകൾ. ഇൻ്റർനെറ്റിൻ്റെ റൂട്ടർ ആരുഷിയുടെ മുറിയിലാണ്, അതും ഓണാക്കണം. അതുപോയി ഓണാക്കി വരാൻ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു. നുപൂർ ആരുഷിയുടെ മുറി താക്കോൽ ഉപയോഗിച്ച് തുറന്നു. എന്നിട്ട് അകത്ത് കയറി. അപ്പോൾ അവൾ ഒരു ഇംഗ്ലീഷ് നോവൽ വായിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. റൂട്ടർ ഓണാക്കിയ ശേഷം നുപൂർ തിരികെ വന്നു. ഈ സമയം അവരുടെ റൂമിലെ ലാൻഡ് ഫോൺ റിങ് ചെയ്തു. അമേരിക്കയിൽ നിന്നും രാജേഷിന് വന്നൊരു കോളായിരുന്നു അത്. മെഡിക്കൽ സംബന്ധമായ ചില കാര്യങ്ങൾ അദ്ദേഹം ഫോണിലൂടെ സംസാരിച്ചു. തുടർന്ന് അദ്ദേഹം ഇൻ്റർനെറ്റിൽ കൂടി സ്റ്റോക്ക് മാർക്കറ്റ് പരിശോധിച്ചു. 11:43 ലാപ്ടോപ്പ് ഓഫാക്കി രാജേഷ് കിടന്നു. പിറ്റേ ദിവസം മെയ് 16, സമയം രാവിലെ 6 മണി. തൽവാർ കുടുംബത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ക്ലീനിങ് ജോലികൾ ചെയ്യുന്ന ഭാരതി മണ്ഡൽ എന്ന യുവതി പതിവ് പോലെ അന്നും പുറത്തെ കോണിംഗ് ബെല്ലമർത്തി. താഴെ നിന്നും കുറേ സ്റ്റെപ്പുകൾ കയറിയാണ് അവൾ അകത്തുള്ള വാതിലിന് പുറത്തെ ബെല്ലമർത്തിയത്. ആ വാതിൽ തുറന്നാൽ ഒരു ഗ്രില്ല് ഡോറുണ്ട്. അതിനുമുള്ളിലായാണ് അപ്പാർട്ട്മെൻറ്റിൽ ഹാളിലേക്കുള്ള ഡോറ്. സാധാരണ കോണിംഗ് ബെല്ലടിച്ചാൽ ഹോംരാജ് എന്ന് പുറം ഡോറ് തുറക്കും. പുറത്തെ ഡോറിനും ഗ്രില്ല് ഡോറിനും ഇടക്കായാണ് ഹോംരാജിൻ്റെ മുറിയിലേക്കുള്ള വാതിൽ. കൂടാതെ അയാളുടെ മുറിയിൽ നിന്നും അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ മറ്റൊരു വാതിൽ ഉള്ളിലുമുണ്ട്. പക്ഷേ ഇന്ന് 2 തവണ ബെല്ലടിച്ചിട്ടും ഹോംരാജിനെ കണ്ടില്ല. അവൾ ചെറുതായെന്ന് തള്ളിയിട്ടും അത് തുറന്നില്ല. അവൾ വീണ്ടും ബെല്ലടിച്ചു. അപ്പോൾ അകത്തെ മെയിൻ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടു. അവിടെ നിന്ന് നുപൂർ വിളിച്ചു ചോദിച്ചു, ഹോംരാജില്ലേ അവിടെ? ഈ ഗ്രിൽ ഡോർ പുറത്തു നിന്നും ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ. അയാളെ ഇവിടെ കാണുന്നില്ല. അവൻ പാല് മേടിക്കാൻ പോയതാവും. നീ അല്പം വെയിറ്റ് ചെയ്യൂ. എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല മാഡം. ആ ഡോറിൻ്റെ താക്കോൽ ഇട്ട് തന്നാൽ മതി, ഞാൻ തുറന്ന് കയറിക്കോളാം.
ശരി, ബാൽക്കണിക്ക് താഴെ വാ, ഞാൻ താക്കോലിട്ട് തരാം. ഭാരതി സ്റ്റെപ്പ് ഇറങ്ങി ബാൽക്കണിയുടെ ഭാഗത്തേക്ക് പോയി. നുപൂർ ഹോംരാജിന്റെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു നോക്കി. അതൊന്ന് റിങ് ചെയ്ത ശേഷം കട്ടായി. വീണ്ടും വിളിച്ചെങ്കിലും ഫോൺ ഓഫായിരുന്നു. ഭാരതി സ്റ്റെപ്പ് ഇറങ്ങി ബാൽക്കണി ചുവട്ടിലെത്തിയപ്പോൾ നുപൂർ വിളിച്ചു പറഞ്ഞു, പുറത്തെ കതക് ഒന്നും കൂടി തള്ളി നോക്കാൻ. ചിലപ്പോൾ അത് പൂട്ടിക്കാണില്ല. എന്നാൽ വീണ്ടും ഒന്നുകൂടി പോയി പരീക്ഷിക്കാൻ സമയമില്ലായിരുന്ന ഭാരതി താക്കോൽ താഴേക്ക് ഇട്ടുതരാൻ പറഞ്ഞു. നുപൂർ അങ്ങനെ ചെയ്തു. താക്കോലുമായി സ്റ്റെപ്പ് കയറിയ മുകളിലെത്തിയ ഭാരതി വാതിലിൽ ഒന്നുകൂടി തള്ളി നോക്കിയപ്പോൾ അത് തുറന്നു. അപ്പോഴേക്കും രാജേഷും ഉണർന്നിരുന്നു. ഹാളിലെത്തിയ അയാൾ ഡൈനിങ് ടേബിളിൽ സ്കോച്ച് വിസ്കിയുടെ ഒരു കുപ്പി ഇരിക്കുന്നത് കണ്ട് അമ്പരന്നു. അതും മുക്കാലും കാലിയായിരുന്നു. അതിൽ ഇരുണ്ട ചുവപ്പ് കറ. ആരാണിത് ഇവിടെ കൊണ്ടുവച്ചത്? നുപൂർ, അയാൾ ഉച്ചത്തിൽ വിളിച്ചു. അവൾ അങ്ങോട്ട് ചെന്നു. എവിടെ ആരിഷി? അവളുടെ റൂമിൽ നോക്കൂ, അയാൾ ഭാര്യയോട് പറഞ്ഞു. എന്നിട്ട് രണ്ടാളും ആരിഷയുടെ മുറിയുടെ മുന്നിലേക്ക് ചെന്നു. ഓട്ടോമാറ്റിക് ലോക്കുള്ള അത് പൂട്ടി കാണേണ്ടതാണ്. പക്ഷെ അത്ഭുതകരം, അത് ഇന്ന് പൂട്ടാതെ കാണപ്പെട്ടു. മുറിക്കുള്ളിൽ പ്രവേശിച്ച അവർ രണ്ടുപേരും ഞെട്ടിപ്പോയി. അവിടെ ബെഡിൽ ഒരു ബ്ലാങ്കറ്റ് കൊണ്ട് പുതച്ച നിലയിൽ ആരിഷി കിടപ്പുണ്ടായിരുന്നു. അവളുടെ കഴുത്ത് എന്തോ ആയുധം കൊണ്ട് മുറിച്ചിരിക്കുന്നു. നെറ്റിയിൽ കനത്ത എന്തോ കൊണ്ട് അടിയേറ്റിട്ടുണ്ട്. അവൾ രാത്രിയിൽ എപ്പോഴോ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ കാഴ്ച കണ്ട് രാജേഷ് തൽവാർ ഉച്ചത്തിൽ അലറി. നുപൂർ സ്തംഭിച്ച് ശബ്ദം നഷ്ടപ്പെട്ടു നിന്നു. പുറത്തെ വാതിൽ തുറന്ന് അകത്ത് കയറിയ ഭാരതി ഗ്രില്ല് വാതിൽ പരിശോധിച്ചപ്പോൾ അത് പൂട്ടിയിരുന്നില്ല. ഭാരതി വാതിൽ തുറന്ന് കയറി വരുമ്പോൾ കാണുന്നത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന രാജേഷിനെയും നുപൂരിനെയുമാണ്. അമ്പരന്ന അവരുടെ നേരെ നുപൂർ ആരിഷയുടെ മുറി ചൂണ്ടിക്കാണിച്ചു. വാതിൽക്കൽ നിന്ന് അവർ ആ കാഴ്ച കണ്ടു. 14-കാരിയായ ആ പെൺകുട്ടി ജീവനറ്റ് കിടക്കുന്നു. അവൻ ആ ഹോംരാജാണ് ഞങ്ങളുടെ മോളെ കൊന്നത്. അവൻ എവിടെ? രാജേഷും നുപൂറും ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഭാരതി ഉടൻ തന്നെ പുറത്തേക്ക് പോയി അയൽവാസികളെ വിവരമറിയിച്ചു. പിന്നീട് അവർ ജോലിക്കായി മറ്റു വീടുകളിലേക്ക് പോയി. വിവരമറിഞ്ഞ അയൽവാസികൾ ഉടൻ അങ്ങോട്ടെത്തി. തൊട്ട അയൽവാസിയായ പുനീത് റായ് ടണ്ടൻ കോളനിയിലെ സെക്യൂരിറ്റിക്കാരെ വിളിച്ച് പോലീസിൽ വിവരമറിയിക്കാൻ ആവശ്യപ്പെട്ടു. UP പോലീസ് എത്തുമ്പോൾ 8 മണിയായി. അപ്പോൾ വീട്ടിൽ നിറയെ ആളുകളായിരുന്നു. 10-20ഓളം പരിസരവാസികളും കുറച്ചു മാധ്യമപ്രവർത്തകരും. എല്ലാവരും കൂടി കയറിയിറങ്ങി അവിടെയെല്ലാം അലങ്കോലമാക്കിയിരുന്നു. കൊല നടന്ന മുറിയിലെ വിലപ്പെട്ട പല തെളിവുകളും നാശമായിരുന്നു. പോലീസ് ക്രൈം സീൻ പരിശോധിച്ചു. ആരിഷിയുടെ ബോഡി ഒരു വെളുത്ത ഫ്ലാനൽ ബ്ലാങ്കറ്റ് കൊണ്ട് ഭാഗികമായി മൂടിയിരിക്കുന്നു. അവളുടെ മുഖത്ത് ഒരു സ്കൂൾ ബാഗ് വെച്ച് മറച്ചിട്ടുണ്ട്. തലയിണ, കിടക്കാൻ, നിലം, ഭിത്തി, ബെഡ്റൂം, കതക് എന്നിവിടങ്ങളിൽ രക്തം കാണപ്പെട്ടു. എന്നാൽ സ്കൂൾ ബാഗ്, അടുത്ത് കിടക്കുന്ന മറ്റൊരു തലയിണ, അവളുടെ കളിപ്പാട്ടങ്ങൾ എന്നിവിടങ്ങളിൽ രക്തപ്പാടുകളൊന്നുമില്ല. ബെഡ്ഷീറ്റിന് ചുളിവോ മടക്കുകളോ ഇല്ല. അവൾ വായിച്ചുകൊണ്ടിരുന്ന ഇംഗ്ലീഷ് നോവൽ ചേതൻ ഭഗത്തിന്റെ 3 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ് കിടക്കയിലുണ്ടായിരുന്നു. അതിലും രക്തപ്പാടുകളൊന്നുമില്ല. ആരിഷിയുടെ അടിവസ്ത്രം നീങ്ങി മാറി നിതംബം ഭാഗം അല്പം കാണാമായിരുന്നു. അതിന് താഴെ ബെഡ്ഷീറ്റിൽ നനവ് കാണപ്പെട്ടു. എന്നാൽ അവളുടെ അടിവസ്ത്രത്തിൽ നനവുണ്ടായിരുന്നില്ല. തൻ്റെ വേലക്കാരൻ ഹോംരാജാണ് മകളെ കൊന്നതെന്ന് രാജേഷ് പോലീസിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. വിസ്കി കുടിച്ച് മത്തുപിടിച്ച അവൻ ആരിഷിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കാണും. അവൾ എതിർത്തപ്പോൾ കൊന്ന ശേഷം രക്ഷപ്പെട്ടിരിക്കാം. എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കാൻ അയാൾ പോലീസിനോട് അപേക്ഷിച്ചു. അവൻ നേപ്പാളിലേക്ക് കടക്കാനാണ് സാധ്യതയെന്നും അവനെ പിന്തുടർന്ന് പിടിക്കുന്നതിന് എത്ര തുക വേണമെങ്കിലും താൻ മുടക്കാമെന്നും അദ്ദേഹം പോലീസിനോട് പറഞ്ഞു. പോലീസ് അപ്പാർട്ട്മെന്റ് പരിശോധിച്ചതിൽ നിന്നും പുറമേ നിന്ന് ആരും അതിക്രമിച്ചു കയറിയതിന്റെ ലക്ഷണങ്ങളൊന്നും കാണാനില്ല. നടുവിലത്തെ ഗ്രിൽ ഡോർ പുറത്തു നിന്നും തഴുതിട്ടിരുന്നു എന്നതിന്റെ അർത്ഥം കൃത്യം നടത്തിയതിനു ശേഷം ഹോംരാജ് വാതിലടച്ച് തന്റെ മുറിയിലെ പുറത്തേക്കുള്ള വാതിൽ വഴി രക്ഷപ്പെട്ടിരിക്കാം എന്നതാണ്. ഹോംരാജിന്റെ മുറി പരിശോധിച്ച പോലീസിന് കഴിക്കാതെ വച്ചിരിക്കുന്ന തലേന്നത്തെ ആഹാരം കാണാനായി. മുറിയിൽ മറ്റു പ്രത്യേകമായി ഒന്നും കാണാനായില്ല. അധികം വൈകാതെ ഫോറൻസിക് ടീം എത്തിയെങ്കിലും അവർക്ക് തെളിവുകളൊന്നും ശേഖരിക്കാൻ കഴിയാത്തവണ്ണം എല്ലാം അലങ്കോലമായിരുന്നു. ആരിഷിയുടെ കിടക്കയുടെ ചില ഭാഗങ്ങൾ, ബെഡ്ഷീറ്റ്, തലയിണ, വസ്ത്രങ്ങൾ തുടങ്ങിയവ ഫോറൻസിക് ടീം ശേഖരിച്ചു. 8:30 ആരിഷിയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തേക്കെടുത്തു. ഏതാനും പോലീസുകാരും രാജേഷിന്റെ സഹോദരൻ വിനോദും ഡ്രൈവർ ഉമേഷും ബോഡിക്ക് അകമ്പടി പോയി. ഉച്ചയ്ക്ക് 1 മണിയോടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി തിരികെ അപ്പാർട്ട്മെന്റിലെത്തിച്ചു. അവിടെ ഐസ് ലാബുകൾക്ക് മേൽ അല്പനേരം ദർശനത്തിന് വെച്ചു. പോലീസ് നടപടികൾ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കാത്തിരിക്കേണ്ടതില്ലെന്ന് ബന്ധുക്കൾ തീരുമാനിച്ചു. 4 മണിയോടെ ബോഡി ദഹിപ്പിക്കാനായി അന്തിം നിവാസ് ക്രെമറ്റോറിയത്തിലേക്ക് കൊണ്ടുപോയി. ആരിഷിയുടെ കൂടെ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ മുറിയിൽ നിന്നും ഒഴിവാക്കുന്നതിനായി ഡ്രൈവർ ഉമേഷും രാജേഷിന്റെ സഹോദരൻ ദിനേശും കൂടി ഒരു ഭണ്ഡാരത്തിൽ കെട്ടി. തൽക്കാലം അവ ടെറസിലിടാം, പിന്നീട് പുറത്തു കളയാമെന്ന് അവർ തീരുമാനിച്ചു. എല്ലാം പെറുക്കി കെട്ടി സ്റ്റെപ്പ് കയറി ടെറസിലേക്കുള്ള വാതിലെത്തുമ്പോൾ അത് പൂട്ടിയിരിക്കുന്നു. അപ്പോൾ പ്രായമായൊരു സ്ത്രീ താഴെ നിന്ന് പറഞ്ഞു, തൽക്കാലം അത് അയൽവാസി പുനീതിന്റെ ടെറസിലിടാൻ. അവർ ആ ഭാണ്ഡവുമായി പുനീതിന്റെ ആ അപ്പാർട്ട്മെന്റിലെത്തി. ഒരു ഭിത്തിക്കപ്പുറമാണ് പുനീത് താമസം. അയാൾ തന്നെ താക്കോലുമായി വന്ന് ടെറസ് വാതിൽ തുറന്നു കൊടുത്തു. ഒരു ഗ്രില്ലിന്റെ വേർതിരിവിനപ്പുറം രാജേഷിന്റെ ടെറസാണ്. 8 മൂലയിലൊതുക്കിയ ശേഷം അവർ തിരികെ പോന്നു.
പോലീസ് ഹോംരാജിന്റെ മൊബൈൽ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല. അത് ഓഫായിരുന്നു. ആരിഷിയുടെ മൊബൈലും കാണാനുണ്ടായിരുന്നില്ല. അതും ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഹോംരാജിന്റെ സുഹൃത്തുക്കളെ കണ്ടെത്താനായിരുന്നു അവരുടെ ശ്രമം. നോയിഡ പോലെ തിരക്കേറിയ ഒരു പ്രദേശത്ത് അത് ദുഷ്കരമാണ്. മെയ് 17 ആരിഷിയുടെ ചിതാഭസ്മം ഗംഗയിൽ നിമജ്ജനം ചെയ്യുവാനായി രാജേഷ് തൽവാറും നുപൂറും ഹരിദ്വാറിലേക്ക് പുറപ്പെട്ടു. അത് അടക്കം ചെയ്ത കുംഭം നുപൂർ തന്റെ കയ്യിൽ തന്നെയായിരുന്നു സൂക്ഷിച്ചിരുന്നത്. അപ്പോഴും ജലവായു വിഹാറിലെ അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് സുഹൃത്തുക്കളും ബന്ധുക്കളും വന്നുകൊണ്ടേയിരുന്നു. അവരെ സ്വീകരിക്കാനും മറ്റും സഹോദരനെ ഏൽപ്പിച്ചിട്ടാണ് രാജേഷ് പുറപ്പെട്ടിരുന്നത്. കെ ഗൗതം എന്നൊരു റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് രാജേഷിന്റെ സുഹൃത്തായിരുന്നു. അദ്ദേഹവും സന്ദർശകരോടൊപ്പമുണ്ടായിരുന്നു. അവിടെ എത്തിയ ഗൗതം ആരുഷിയുടെയും ഹോംരാജിന്റെയും മുറികൾ വിശദമായി പരിശോധിച്ചു. കൂടാതെ വീട് ആകമാനവും. അക്കൂട്ടത്തിൽ ടെറസും പരിശോധിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. മുകളിലെത്തിയപ്പോൾ വാതിൽ പൂട്ടിയിരിക്കുകയായിരുന്നു. സൂക്ഷിച്ചു നോക്കിയ അദ്ദേഹത്തിന്റെ പോലീസ് കണ്ണിൽ ഹാൻഡിലിലും കഥയിലും പറ്റിയ ചോരപ്പാടുകൾ പെട്ടു. സംശയം തോന്നിയ അദ്ദേഹം രാജേഷിന്റെ സഹോദരനെ വിളിപ്പിച്ചു. അത് ഇന്നലെ തങ്ങൾ ആരുഷിയുടെ കിടക്കയും മറ്റും കൊണ്ടുപോയപ്പോൾ പൂട്ടിയതാകാമെന്ന് ദിനേശ് പറഞ്ഞു. ടെറസിന്റെ താക്കോല് എവിടെയാണെന്ന് തനിക്കൊരു ഊഹവുമില്ലെന്നും അയാൾ അറിയിച്ചു. ഗൗതം ഉടനെ ഗ്രേറ്റർ നോയിഡ ജില്ലാ SP മഹേഷ് മിശ്രയെ ഫോണിൽ വിളിച്ച് ഇക്കാര്യം അറിയിച്ചു. ചിലപ്പോൾ കൊലപാതകി രക്ഷപ്പെട്ടത് ഈ വഴിയാകാൻ സാധ്യതയുണ്ട്. ഉടൻ തന്നെ താനൊരു ഇൻസ്പെക്ടറെ അയക്കണമെന്ന് SP അറിയിച്ചു. അധികം വൈകാതെ ദത്താറാം എന്നൊരു ഇൻസ്പെക്ടർ അപ്പാർട്ട്മെന്റിലെത്തി. താക്കോൽ കിട്ടാൻ ഒരു മാർഗവുമില്ല എന്ന് മനസ്സിലായ ഇൻസ്പെക്ടർ പൂട്ട് തകർത്ത് വാതിൽ തുറന്നു. അവർ ടെറസിലേക്ക് പ്രവേശിച്ചു. വല്ലാത്തൊരു ദുർഗന്ധം. അല്പം മുന്നിലായി ആരെയോ വലിച്ചുകൊണ്ടുപോയ ചോരപ്പാടുകൾ. അത് എത്തി നിന്നത് പരന്നു കിടക്കുന്ന കട്ട പിടിച്ചൊരു ചോരക്കളത്തിലായിരുന്നു. അവിടെ ജീർണിക്കാൻ തുടങ്ങിയ ഒരു ജഡം. പുരുഷന്റേതാണ്. അയാളുടെ തല അടിയേറ്റ് തകർന്നിരിക്കുന്നു. കഴുത്ത് മുറിക്കപ്പെട്ടിരിക്കുന്നു. ജഡത്തിന്റെ മേൽ എയർ കൂളറിന്റെ ഒരു പാനൽ വെച്ച് മറച്ചിട്ടുമുണ്ടായിരുന്നു. ദിനേശ് ഉടൻ സഹോദരനെ ഫോണിൽ വിളിച്ചു. അവർ ഹരിദ്വാർ യാത്രാ മധ്യേയാണ്. ടെറസിൽ ഒരു ജഡം കണ്ടെത്തിയ കാര്യം അയാൾ അറിയിച്ചു. ഉടൻ വീട്ടിലേക്ക് മടങ്ങിയെത്താൻ ദിനേശ് രാജേഷിനോട് ആവശ്യപ്പെട്ടു. രാജേഷും നുപൂറും ഉടനെ വീട്ടിലേക്ക് മടങ്ങി. അപ്പാർട്ട്മെന്റിന്റെ മുന്നിലെത്തിയ കാറിൽ നിന്നും രാജേഷ് ഇറങ്ങി. നുപൂർ കുംഭവുമായി അവിടെ തന്നെ ഇരുന്നു. ടെറസിലെത്തിയ രാജേഷിന് ജഡം തിരിച്ചറിയാനായില്ല. തുടർന്ന് പോലീസ് ഹോംരാജിന്റെ ഒരു പരിചയക്കാരനെ കണ്ടെത്തി. ജഡം ഹോംരാജിൻ്റേത് തന്നെയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. രാജേഷും നുപൂറും ഹരിദ്വാറിലേക്ക് വീണ്ടും പുറപ്പെട്ടു. അവിടെ ഗംഗയിൽ മകളുടെ ചിതാഭസ്മം ഒഴുക്കിയ ശേഷം വൈകിട്ടോടെ അവർ തിരികെ എത്തി. ഹോംരാജിന്റെ ജഡം പോലീസ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ആരിഷിയും ഹോംരാജും മരിച്ചത് രാത്രി 12-നും 1 മണിക്കും ഇടയിലാണ്. രണ്ടുപേരും ആദ്യം ആക്രമിക്കപ്പെട്ടത് മൂർച്ചയില്ലാത്ത കനത്ത എന്തോ ആയുധത്താലാണ്. അതുകൊണ്ടുള്ള അടിയേറ്റ് UV ആകൃതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ട് രണ്ടുപേർക്കും. അവരുടെ മരണത്തിന് കാരണവും ആ പരിക്കുകളാണ്. അതിനുശേഷമാണ് മൂർച്ചയേറിയ ആയുധത്താൽ അവരുടെ കഴുത്തുകൾ മുറിക്കപ്പെട്ടത്. ശ്വാസതടസ്സത്താൽ ഉണ്ടാവുന്ന ശാരീരികാവസ്ഥകൾ കാണപ്പെടാത്തതിനാലാണ് ഈ നിഗമനം. ആരിഷിക്ക് അടിയേറ്റത് നെറ്റിയിലാണ്. ഹോംരാജിന് തലയ്ക്ക് പുറകിലും. 14 സെന്റിമീറ്റർ നീളവും 6 സെന്റിമീറ്റർ ആഴവുമുള്ള മുറിവാണ് കഴുത്തിൽ കാണപ്പെട്ടത്. ഏതാണ്ട് ഇതേ അളവിൽ തന്നെയാണ് ഹോംരാജിന്റെ കഴുത്തിലെ മുറിവും കാണപ്പെട്ടത്. രണ്ടും ഒരേ ആയുധം ഉപയോഗിച്ചാണെന്ന് വ്യക്തം. ഗൂർഖകൾ ഉപയോഗിക്കുന്ന ഗുക്രി കത്തികൊണ്ട് ഇത്തരം മുറിവ് ഏൽപ്പിക്കാനാവും. ആരിഷിയുടെ രഹസ്യഭാഗങ്ങൾ അസാധാരണമായ വികസിതാവസ്ഥയിലാണ് കാണപ്പെട്ടത്. എന്നാൽ ബലാത്സംഗത്തിന്റെയോ ലൈംഗിക ബന്ധത്തിന്റെയോ ലക്ഷണങ്ങളൊന്നും കണ്ടില്ല. അവളുടെ ജനനേന്ദ്രിയങ്ങൾ ആരോ വൃത്തിയാക്കിയതുപോലെയുണ്ട്. ആരുഷി വൈകിട്ട് കഴിച്ച ഭക്ഷണാവശിഷ്ടങ്ങൾ വയറ്റിൽ കാണപ്പെട്ടു. എന്നാൽ ഹോംരാജിന്റെ വയറ്റിൽ ആഹാര പദാർത്ഥങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അയാൾ വൈകിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നർത്ഥം. പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. അപ്പാർട്ട്മെന്റിൽ ആരും അതിക്രമിച്ച് കയറിയതായ ലക്ഷണങ്ങളൊന്നുമില്ല. നടുവിലത്തെ ഗ്രില്ല് വാതിൽ പുറമെ നിന്ന് തഴുതിട്ടിരുന്നു. പുറത്തെ വാതിലിന് 2 സെറ്റ് താക്കോലാണുള്ളത്. ഒരെണ്ണം നുപൂരിന്റെ കയ്യിലും മറ്റേത് ഹോംരാജിന്റെ കയ്യിലും. നുപൂർ പറയുന്നത് പ്രകാരം ഹോംരാജിന്റെ താക്കോൽ ഹാളിലെ സെയ്ഡ് ബോർഡിലാണ് വയ്ക്കാറുള്ളത്. മെയ് 16 രാവിലെ അവർ അവിടെ നോക്കുമ്പോൾ താക്കോൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തൻ്റെ കയ്യിലെ താക്കോലാണ് വേലക്കാരി ഭാരതിക്ക് എറിഞ്ഞു കൊടുത്തത്. പോലീസ് ഭാരതിയെ ചോദ്യം ചെയ്തു. അവൾ പുറത്തെ വാതിൽ ആദ്യം തള്ളിയപ്പോൾ തുറന്നിരുന്നില്ല. പിന്നീട് താഴെ പോയി ബാൽക്കണിയിൽ നിന്ന് നുപൂർ ഇട്ടുകൊടുത്ത താക്കോലുമായി വന്ന് വീണ്ടും തള്ളിയപ്പോൾ അത് തുറക്കുകയും ചെയ്തു. ഈ മൊഴി പോലീസ് വിശകലനം ചെയ്തു. ഇവിടെ 2 സാധ്യതകളുണ്ട്. കൊലപാതകി പുറത്തുള്ള ആളാണെങ്കിൽ കൊലയ്ക്ക് ശേഷം അപ്പാർട്ട്മെന്റ് ഡോർ അടച്ച് അത് ഓട്ടോമാറ്റിക് ലോക്കായി. തുടർന്ന് ഗ്രില്ല് ഡോർ പുറമേ നിന്ന് താഴ്തിട്ടു. അതിനുശേഷം വെളിയിലെ വാതിൽ വലിച്ചടച്ചിട്ട് പോകുന്നു. ഭാരതി ആദ്യം തള്ളിയത് വേണ്ടത്ര ശക്തിയിലാവില്ല. പക്ഷേ അവളുടെ മൊഴി പ്രകാരം 2 പ്രാവശ്യം ഒരേ ശക്തിയിലാണ് തള്ളിയത്. അങ്ങനെയെങ്കിൽ മറ്റൊരു സാധ്യതയുണ്ട്. ആദ്യം ആ ഡോർ അകത്തു നിന്ന് ലോക്ക് ചെയ്തിരിക്കുന്നു. ഭാരതി താഴേക്ക് പോയ നേരത്ത് അകത്തുള്ള ആരെങ്കിലും ഹോംരാജിന്റെ മുറിയിൽ കൂടി വന്ന് അതിന്റെ പൂട്ട് തുറക്കുന്നു. തുടർന്ന് ഭാരതി തിരികെ എത്തി വീണ്ടും തള്ളുമ്പോൾ അത് തുറക്കപ്പെട്ടു.
അപ്പോൾ അവൾ കണ്ടത് പുറത്തു നിന്നും തഴുതിട്ട ഗ്രില്ലുവാതിലാണ്. ആരോ പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് തോന്നിപ്പിക്കാനാവാം. അകത്ത് ചെന്ന ഭാരതി കാണുന്നത് കരയുന്ന രാജേഷിനെയും നുപൂരിനെയുമാണ്. അപ്പോൾ അസ്വാഭാവികതയൊന്നും തോന്നിയില്ല എങ്കിലും ഇപ്പോൾ അത് എത്രമാത്രം സ്വാഭാവികമായിരുന്നു എന്ന് അവൾക്ക് പറയാനാവുന്നില്ല. അവളോടും പോലീസിനോടും രാജേഷ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹോംരാജാണ് ഇത് ചെയ്തതെന്നാണ്. ഹോംരാജിനെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി കഴിഞ്ഞു. രണ്ടുപേരുടെയും മരണസമയം അടുത്തടുത്താണ്. പോലീസിന്റെ സംശയം മെല്ലെ രാജേഷ് തൽവാറിലേക്ക് തിരിഞ്ഞു. അവർ ഒരു തിയറി ഉണ്ടാക്കി. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയെന്ന ധാരണയിൽ ഹോംരാജ് ഹാളിലെത്തി. ഷെൽഫിൽ നിന്നും വിസ്കി എടുത്ത് മദ്യപിച്ചു. മദ്യം തലക്ക് പിടിച്ച അയാൾ ആരിഷയുടെ മുറിയിൽ തട്ടി. മാതാപിതാക്കളാണെന്ന് കരുതി അവൾ വാതിൽ തുറന്നു. ഉള്ളിൽ കയറിയ അയാൾ അവളെ ലൈംഗികമായി ആക്രമിക്കാൻ ശ്രമിച്ചു. ചെറുത്തപ്പോൾ കയ്യിലെ ഗുക്കറി കൊണ്ട് അവളുടെ കഴുത്തറുത്തു. ഈ സമയം ശബ്ദം കേട്ട രാജേഷ് പുറത്തു വന്നു. അയാളോടി ഹോംരാജിന്റെ മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ അവനില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ഗോൾഫ് ക്ലബ്ബ് എടുത്തുകൊണ്ട് ആരിഷയുടെ മുറിയിലെത്തി. അപ്പോൾ ഹോംരാജ് അവളുടെ കഴുത്ത് മുറിച്ചിരുന്നു. ആദ്യടി അവന്റെ തലയ്ക്ക് പുറകിൽ കൊണ്ടു. അടുത്തടിക്ക് മുമ്പേ അവൻ ചെരിഞ്ഞു വീണതിനാൽ അത് ആരിഷയ്ക്കാണ് കൊണ്ടത്. പരിക്കേറ്റ ഹോംരാജിനെ ഷീറ്റിൽ പൊതിഞ്ഞ് ടെറസിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവന്റെ കഴുത്തുമറുത്തു. ജഡം പിന്നീട് മറവ് ചെയ്യുന്നതിനായി അവിടെ സൂക്ഷിച്ചു. ചില പഴുതുകളുണ്ടെങ്കിലും സാധ്യതയുള്ള ഒരു സിദ്ധാന്തമായിരുന്നു അത്. പക്ഷേ രാജേഷിനെ ഇതുമായി ബന്ധിപ്പിക്കാനുള്ള തെളിവുകൾ ഇനിയും കിട്ടേണ്ടിയിരിക്കുന്നു. പോലീസ് രാജേഷിനെ ചോദ്യം ചെയ്തു. രാത്രി 11:45 കിടന്ന താൻ പെട്ടെന്ന് ഉറങ്ങി എന്നാണ് അയാൾ പറഞ്ഞത്. ആരിഷയുടെ മുറി തൊട്ടടുത്തായതുകൊണ്ട് അവിടെ നിന്നുമുള്ള ശബ്ദം കേൾക്കേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് AC-യുടെ ശബ്ദം മൂലം കേൾക്കാൻ സാധിച്ചില്ല എന്നായിരുന്നു ഉത്തരം. പോലീസ് മുറികൾ പരിശോധിച്ചു. ആരിഷയുടെയും രാജേഷിന്റെയും മുറികൾ വേർതിരിച്ചത് ബോർഡ് കൊണ്ടാണെന്ന് പോലീസിന് മനസ്സിലായി. എന്നാൽ അത് സിമന്റ് ബ്ലോക്ക് കെട്ടി ഭിത്തിക്ക് പുറമെ പിടിപ്പിച്ചതാണെന്ന് രാജേഷ് പറഞ്ഞു. അന്ന് രാത്രി താൻ ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ രാജേഷ് വിവരിച്ചു. നെറ്റ് ഉപയോഗവും അമേരിക്കയിൽ നിന്ന് കോൾ വന്ന കാര്യമെല്ലാം അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ആരിഷയുടെയും ഹോംരാജിന്റെയും ഫോണുകൾ കാണാനില്ലായിരുന്നു. പോലീസ് ആരിഷയുടെ കോൾ ഡീറ്റെയിൽ ശേഖരിച്ചു. മെയ് 1 മുതൽ അവൾ കൊല്ലപ്പെട്ട മെയ് 15 വരെയുള്ള ദിവസങ്ങൾ പരിശോധിച്ചപ്പോൾ സാധാരണയായി അർദ്ധരാത്രി വരെ അവൾ ഫോൺ ഉപയോഗിക്കാറുണ്ടെന്ന് മനസ്സിലായി. 11:30 മുതൽ 1 മണി വരെയുള്ള സമയങ്ങളിൽ കോളുകളോ മെസ്സേജുകളോ ഉണ്ടായിട്ടുണ്ട്. അതേസമയം മെയ് 15 രാത്രി 9:10 വരെയേ ഉപയോഗം കാണുന്നുള്ളൂ. ആ സമയത്തൊരു മെസ്സേജും വന്നിരുന്നു. ഇവയെല്ലാം തന്നെ അവളുടെ സുഹൃത്തുക്കളുടേതായിരുന്നു. അതിൽ ഒരു നമ്പർ പോലീസ് ശ്രദ്ധിച്ചു. ആ നമ്പറിൽ നിന്നാണ് കൂടുതൽ മെസ്സേജുകളും കോളുകളും വന്നിരിക്കുന്നത്. ആൻമോൾ എന്ന ഒരു ആൺ സുഹൃത്തിൻ്റെതായിരുന്നു അത്. അവൾ കൊല്ലപ്പെട്ട അന്ന് ആൻമോൾ അർദ്ധരാത്രിയോടെ കോൾ ചെയ്തിരുന്നുവെങ്കിലും കണക്റ്റ് ആയിരുന്നില്ല. തുടർന്ന് അവൻ വീട്ടിലെ ലാൻഡ് നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതും അറ്റൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ലാൻഡ് ഫോൺ രാജേഷിൻ്റെയും നുപൂരിൻ്റെയും മുറിയിലാണ്. അർദ്ധരാത്രിയിൽ ആൻമോളിൻ്റെ കോൾ ലാൻഡ് ലൈനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഉണരേണ്ടതാണ്. അക്കാര്യത്തെപ്പറ്റി ചോദിച്ചപ്പോൾ തങ്ങൾ അങ്ങനെ ഒരു റിങ് കേട്ടിട്ടില്ല എന്നും ഫോൺ ചിലപ്പോൾ കേടായതാവാമെന്നും പറഞ്ഞു. പക്ഷേ അതേ രാത്രിയിൽ രാജേഷ് അമേരിക്കയിൽ നിന്ന് വന്ന കോൾ അറ്റൻഡ് ചെയ്തതാണ്. അതായത് ഫോൺ കേടല്ല എന്നർത്ഥം. ഈ വൈരുദ്ധ്യം വിശദീകരിക്കാൻ അയാൾക്കായില്ല. അടുത്തതായി ഹോംരാജിന്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചു. അയാളുടെ ഫോണിലുണ്ടായിരുന്നത് രാജേഷിന്റെ പേരിലെടുത്ത സിമ്മായിരുന്നു. മെയ് 15-നുണ്ടായ കോളുകൾ അധികവും രാജേഷിന്റെയും നുപൂരിൻ്റെതുമായിരുന്നു. അന്ന് അവസാനം വന്ന കോൾ രാത്രി 8:27-നായിരുന്നു. 6 മിനിറ്റ് നീണ്ടുനിന്ന ആ കോൾ ഒരു പബ്ലിക് ബൂത്തിൽ നിന്നായിരുന്നു. ആരാണ് ആ കോൾ ചെയ്തതെന്ന് പോലീസിന് കണ്ടെത്താനായില്ല. പിറ്റേന്ന് രാവിലെ 6:01-ന് നുപൂരിൻ്റെ കോൾ അതിൽ വന്നിട്ടുണ്ട്. കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് 2 സെക്കൻഡ് നേരത്തേക്ക്. പിന്നെ അത് കട്ടായി. ഫോൺ ലൊക്കേഷൻ രാജേഷിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയായിരുന്നു. ഒരുപക്ഷെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെയുമാവാം. രാജേഷിൻ്റെ മൊബൈൽ കോൾ റെക്കോർഡുകളിൽ അസാധാരണമായി ഒന്നും കണ്ടില്ല. സാധാരണ ഉണ്ടാകാവുന്ന കോളുകൾ മാത്രം. അതിൽ കൂടുതലും ഉണ്ടായിരിക്കുന്നത് കുടുംബസുഹൃത്തും സഹപ്രവർത്തകയുമായ അനിത ദുറാനിയുമായിട്ടാണ്. രാത്രി 10:38-ന് UAE-യിൽ നിന്നും ഒരു കോൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. നുപൂരിൻ്റെ ഫോൺ മെയ് 15-ന് വൈകിട്ട് 7:40 മുതൽ മെയ് 18 ഉച്ചയ്ക്ക് 1 മണി വരെ സ്വിച്ച്ഡ് ഓഫ് ആയിട്ടാണ് കണ്ടത്. കഴിഞ്ഞ 60 ദിവസങ്ങളിൽ ആദ്യമായിട്ടാണ് ആ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ചെയ്യപ്പെട്ടിരുന്നത്. ഹോംരാജിൻ്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തപ്പോൾ തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് അയാൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതായി മനസ്സിലായി. രാജേഷ് ഒരു മുൻകോപിയാണെന്നും നിസ്സാര കാര്യങ്ങൾക്ക് വരെ അടിക്കുമായിരുന്നെന്നും അവർ മൊഴി നൽകി. തങ്ങളുടെ കുടുംബരഹസ്യം വെളിയിൽ പറയുന്നു എന്ന സംശയത്തിലാണത്രേ രാജേഷിൻ്റെ കോപം. മറ്റു ചില നിരീക്ഷണങ്ങൾ ഇവയാണ്. ഹോംരാജ് ആ രാത്രി ആഹാരം കഴിച്ചിരുന്നില്ല. അയാളുടെ കിടക്ക രാവിലെ മടക്കി വെച്ച പോലെ തന്നെയായിരുന്നു. അതിനർത്ഥം ആ രാത്രി അയാൾ കിടന്നിരുന്നില്ല. ഹാളിൽ കണ്ടെത്തിയ വിസ്കി കുപ്പിയിൽ ചോരപ്പാടുകളുണ്ടായിരുന്നു. അത് ആരിഷയുടെയും ഹോംരാജിൻ്റേതുമാണെന്ന് DNA പരിശോധനയിൽ മനസ്സിലായി. എന്നാൽ കുപ്പിയിൽ നിന്നും ആരുടെയും ഫിംഗർ പ്രിന്റ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആരിഷയുടെ പുതിയ ക്യാമറയിൽ 13, 15, 20, 22, 23
എന്നീ നമ്പറുകളുള്ള ഫോട്ടോകളുണ്ടായിരുന്നു. അതായത് ചുരുങ്ങിയത് 23 ഫോട്ടോകളെങ്കിലും എടുത്തിരിക്കണം. ബാക്കിയുള്ളവ ആരോ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. അതൊരു പക്ഷേ അവൾ തന്നെയാവാം. ആരുഷിയുടെ മരണശേഷം 3 മണിക്കൂർ കഴിഞ്ഞ് വെളുപ്പിന് 3:43 അവളുടെ റൂമിലുണ്ടായിരുന്ന ഇൻ്റർനെറ്റ് റൂട്ടർ ഓഫായിരുന്നു. പിന്നീട് രാവിലെ 6:01 ഓണായിരുന്നു. തുടർന്ന് പലവട്ടം ഓഫ് മോഡുമായി. ശേഖരിക്കപ്പെട്ട തെളിവുകളെല്ലാം വിരൽ ചൂണ്ടിയത് രാജേഷിന് നേരെയാണ്. പോലീസ് ആദ്യമുണ്ടാക്കിയ തിയറി പ്രകാരം തന്നെയാവാം സംഭവിച്ചിരിക്കുക. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു സൂചന പക്ഷേ മറ്റൊരു സാധ്യതയാണ് കാണിച്ചത്. ആരുഷി തലക്കടിയേറ്റാണ് മരണപ്പെട്ടത്. അതിനുശേഷമാണ് കഴുത്തിലെ മുറിവുണ്ടായത്. അതിൻ്റെ അർത്ഥം ഹോംരാജല്ല അവളെ കൊന്നതെന്നാണ്. കാരണം അവൾക്കും അയാൾക്കും പരിക്കേറ്റിരിക്കുന്നത് ഒരേ ആയുധം കൊണ്ടാണല്ലോ. പോലീസിന് തങ്ങളുടെ തിയറി പരിഷ്കരിക്കേണ്ടി വന്നു. രണ്ടുപേരെയും ഒരാളാണ് കൊന്നതെങ്കിൽ അത് രാജേഷ് തന്നെയാവാം. പക്ഷെ അച്ഛൻ സ്വന്തം മകളെ ഇങ്ങനെ കൊല്ലുമോ? പോലീസ് മറ്റു സാധ്യതകൾ അന്വേഷിച്ചു തുടങ്ങി. രാജേഷിന്റെ വീട്ടിൽ നേരത്തെ ഒരു നേപ്പാളി ജോലിക്ക് നിന്നിരുന്നു, വിഷ്ണു ധാബ. 10 വർഷത്തോളം രാജേഷിന്റെ കൂടെ ഉണ്ടായിരുന്നു അയാൾ. എന്നാൽ പക്ഷേ ആൾക്ക് കൃത്യനിഷ്ഠ കുറവായിരുന്നു. ഇടയ്ക്കിടെ നേപ്പാളിലേക്ക് പോകും. വരുമ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടാവും. അയാളെ തൽക്കാലം നിർത്തി വീണ്ടും കറങ്ങാൻ പോകും. അങ്ങനെ കൊണ്ടുവന്നതായിരുന്നു ഹോംരാജിനെ രാജേഷിന്റെ കൂടെ നിർത്തി നേപ്പാളിൽ പോയി വന്ന വിഷ്ണുധാബയോട് ഇനി നിന്നെ ആവശ്യമില്ല എന്ന് രാജേഷ് പറഞ്ഞു. അതോടെ ജോലി നഷ്ടപ്പെട്ട വിഷ്ണുധാബ നിരാശയോടെ സ്ഥലം വിട്ടു. 8 മാസമേ ആയിട്ടുള്ളൂ ഹോംരാജ് ഇവിടെ ജോലിക്ക് ചേർന്നിട്ട്. ജോലി നഷ്ടപ്പെട്ടതിൽ പ്രതികാരദാഹിയായ ധാബ ഒരുപക്ഷെ ആ രാത്രി തിരികെ എത്തി ഹോംരാജിനെ വധിച്ചിരിക്കാം. സംഭവത്തിന് സാക്ഷിയായ ആരുഷിയെയും അയാൾ വധിച്ചിരിക്കാം. രാജേഷിന്റെ അപ്പാർട്ട്മെന്റ് നല്ല പരിചയമുള്ള വിഷ്ണുധാബയ്ക്ക് ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. ചിലപ്പോൾ മറ്റാരുടെയെങ്കിലും സഹായവും ഉണ്ടാകാം. പോലീസ് വിഷ്ണുധാബയെ ട്രാക്ക് ചെയ്തു. അധികം വൈകാതെ അയാളെ പിടികൂടി. വിശദമായി ചോദ്യം ചെയ്തു. ഒരു കാര്യവും ഉണ്ടായില്ല. സംഭവം നടക്കുന്ന രാത്രി അയാൾ നേപ്പാളിലായിരുന്നുവെന്ന് സംശയരഹിതമായി തെളിഞ്ഞു. സംശയത്തിന്റെ മുന വീണ്ടും രാജേഷിലേക്ക് തിരിഞ്ഞു. പോലീസ് അവരുടെ തിയറി മറ്റൊരു രീതിയിലേക്ക് പരിഷ്കരിച്ചു. കൊല്ലപ്പെട്ട ഹോംരാജും ആരുഷിയും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നിരിക്കാം. ആ രാത്രി അയാൾ ആരുഷിയുടെ മുറിയിലെത്തി കാണും. ശബ്ദം കേട്ടെത്തിയ രാജേഷ് അവരെ ആ നിലയിൽ കണ്ട കോപത്തിന് ഹോംരാജിനെ കൊല ചെയ്തിരിക്കാം. അഭിമാനക്ഷതം മൂലം മകളെയും കൊന്നിരിക്കണം. ശബ്ദം കേട്ടുണർന്ന നുപൂരും അയാളെ സഹായിച്ചു കാണും. രണ്ടുപേരും കൂടി ഹോംരാജിന്റെ ബോഡി ടെറസിലെത്തിച്ചു. പിന്നീട് മറവ് ചെയ്യാമെന്ന് കരുതി. എന്നിട്ട് ആരുഷിയുടെ മുറിയിലെത്തി അവിടെയെല്ലാം വൃത്തിയാക്കി. ആരുഷിയെ വേറെ വസ്ത്രം ധരിപ്പിച്ചു. അവളുടെ രഹസ്യഭാഗങ്ങൾ ക്ലീൻ ചെയ്തു. ക്രൈം സീൻ നന്നായി ഒരുക്കി വെച്ചു. ഇതിനിടെ മീററ്റ് പോലീസ് IG ഗുർദർശൻ സിംഗ് മറ്റൊരു തിയറി അവതരിപ്പിച്ചു. രാജേഷിന് സഹപ്രവർത്തക അനിത ദുറാനിയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു. ഇക്കാര്യം ഹോംരാജിനെ അറിവ് കിട്ടി. അയാൾ അത് വെച്ച് രാജേഷിനെ ബ്ലാക്ക്മെയിൽ ചെയ്തു. സഹികെട്ട രാജേഷ് ഹോംരാജിനെ ടെറസിൽ വെച്ച് കൊലപ്പെടുത്തി. ആരുഷി ഇത് കണ്ടതിനാൽ അവളെയും കൊലപ്പെടുത്തി. 2 തിയറികൾ പ്രകാരവും സാഹചര്യ തെളിവുകൾ പരിഗണിക്കുമ്പോൾ രാജേഷാണ് കുറ്റവാളിയെന്ന് UP പോലീസ് നിഗമനത്തിലെത്തി. മെയ് 23 പോലീസ് രാജേഷിനെയും നുപൂരിനെയും കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിലെത്തിച്ച നുപൂരിനെ അവിടെ ഇരുത്തി. രാജേഷിനെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. കൊലക്കുറ്റം ചുമത്തപ്പെട്ട അയാൾക്ക് ജാമ്യം നിഷേധിച്ച് ജയിലിലേക്ക് അയച്ചു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. ഇനി തിങ്കളാഴ്ച മാത്രമേ മേൽക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാനാവൂ. ജയിലിലേക്കുള്ള യാത്രയിൽ രാജേഷിനെ പോലീസുകാർ ഭീഷണിപ്പെടുത്തിയതായി അയാൾ പരാതിപ്പെട്ടു. മെയ് 23 തിങ്കളാഴ്ച IG ഗുർദർശൻ സിംഗ് ഒരു പത്രസമ്മേളനം വിളിച്ചു. ആരുഷിയുടെയും ഹോംരാജിന്റെയും കൊലപാതക കുറ്റത്തിന് രാജേഷ് തൽവാറിനെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്തതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. കൊലയെപ്പറ്റി അദ്ദേഹം വിവരിച്ചത് ഇങ്ങനെയാണ്. രാജേഷ് തൽവാറിന് സഹപ്രവർത്തക അനിത ദുറാനിയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു. ഇക്കാര്യം ആരുഷിക്ക് അറിയാമായിരുന്നു. അവൾ ഇതിനെ ചൊല്ലി അച്ഛനുമായി നിരന്തരം വഴക്കിട്ടിരുന്നു. പ്രതിഷേധ സൂചകമായി വേലക്കാരൻ ഹോംരാജുമായി ബന്ധമുണ്ടാക്കി. മെയ് 15 രാത്രി 9:30 രാജേഷ് വീട് വിട്ട് വെളിയിൽ പോയി. തിരികെ എത്തുമ്പോൾ സമയം 11:30. അപ്പോൾ ആരുഷിയെയും ഹോംരാജിനെയും ശരിയല്ലാത്ത നിലയിൽ കണ്ടു. രാജേഷ് ഹോംരാജിനെ ടെറസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കനമുള്ള ആയുധം കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി, കഴുത്തറുത്തു. തിരികെ എത്തി വിസ്കി കഴിച്ചു. പിന്നീട് മകളെയും തലക്കടിച്ച് കൊലപ്പെടുത്തി, കഴുത്തറുത്തു. കൗമാരക്കാരിയായ ഒരു പെൺകുട്ടിയുടെ മരണമെന്ന നിലയിൽ മാധ്യമങ്ങൾ ഈ വിഷയം നേരത്തെ തന്നെ കൊണ്ടാടുകയായിരുന്നു. ഭാവനയ്ക്കനുസരിച്ച് പലവിധ കഥകൾ. അവർക്ക് കിട്ടിയ പുതിയ ചാകരയായിരുന്നു പോലീസ് IGയുടെ വെളിപ്പെടുത്തൽ. ജനരോഷം തൽവാർ കുടുംബത്തിനെതിരെ തിരിഞ്ഞു. സുഹൃത്തുക്കളും ബന്ധുക്കളിൽ മിക്കവരും അവരെ കൈയൊഴിഞ്ഞു. ജോലി ചെയ്തിരുന്ന ക്ലിനിക്കുകളിൽ നിന്നെല്ലാം അവരെ ഒഴിവാക്കി. എന്നാൽ അവർ നിരപരാധികളാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ടായിരുന്നു. കൃത്യമായ തെളിവെടുപ്പോ അന്വേഷണമോ നടത്താത്ത UP പോലീസ് മനഃപൂർവ്വം തൽവാർ ദമ്പതികളെ കുടുക്കുകയായിരുന്നെന്ന് അവർ ആരോപിച്ചു. നിഷ്കളങ്കമായ ഒരു പെൺകുട്ടിയെ സ്വഭാവഹത്യ ചെയ്തതിനെതിരെ ശക്തമായ രോഷമുയർന്നു. സ്കൂളിൽ വളരെ മിടുക്കിയായിരുന്നു അവൾ. ആരുഷിയുടെ സുഹൃത്തുക്കൾ ഒത്തുചേർന്ന് ഡൽഹിയിൽ അവൾക്ക് വേണ്ടി മെഴുകുതിരികൾ കത്തിച്ചു. കേന്ദ്രമന്ത്രി രേണുക ചൗധരി IG ഗുർദർശൻ സിംഗിനെ കഠിനമായി വിമർശിച്ചു. അയാളെ സസ്പെൻഡ് ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടു. താമസിയാതെ
അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. തങ്ങളെ UP പോലീസ് വേട്ടയാടുകയാണെന്ന് കാണിച്ച് തൽവാർ ദമ്പതികൾ കോടതിയെ സമീപിച്ചു. കേസ് CBIയെ ഏൽപ്പിക്കാമെന്ന് അവർ അപേക്ഷിച്ചു. മെയ് 31 ആരിഷി ഹോംരാജ് വധക്കേസ് CBIക്ക് കൈമാറി. CBI ജോയിന്റ് ഡയറക്ടർ അരുൺകുമാർ IPSന്റെ നേതൃത്വത്തിൽ ജൂൺ ആദ്യവാരം അന്വേഷണം ആരംഭിച്ചു. CBIക്ക് മുമ്പിൽ തൽവാർ ദമ്പതികൾ തങ്ങളുടെ മറുവാദങ്ങൾ ഉന്നയിച്ചു. അവ ഇങ്ങനെയാണ്: കൊലപാതകം നടന്ന ആ രാത്രിയിൽ തങ്ങൾ ഉറക്കത്തിലായിരുന്നു. തങ്ങളുടെ മുറിയിലും ആരിഷിയുടെ മുറിയിലും AC പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ മുറികൾ നന്നായി അടച്ചിരുന്നു. ആയതിനാൽ പുറത്ത് ശബ്ദമുണ്ടായാലും കേൾക്കാൻ സാധിക്കില്ല. ആരിഷിക്ക് തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ശബ്ദത്തിൽ ഒച്ചയുണ്ടാക്കാൻ കഴിയില്ലായിരുന്നു. ഈ വാദം പരിശോധിക്കുന്നതിനായി CBI ഒരു സൗണ്ട് എക്സ്പെർട്ട് ടീമിനെ നിയോഗിച്ചു. അവർ അന്നു രാത്രി ഉണ്ടാകാനിടയുള്ള ശബ്ദങ്ങൾ പുനഃസൃഷ്ടിച്ചു. തൽവാർ ദമ്പതികൾ അവകാശപ്പെട്ടതുപോലെ പുറത്തെ ശബ്ദം അവരുടെ മുറിയിൽ കേൾക്കാൻ സാധ്യമല്ലായിരുന്നു. ആരിഷിയുടെ മുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം ഹോംരാജിനെ ടെറസിലേക്ക് വലിച്ചുകൊണ്ടുപോവുക സാധ്യമല്ല. അയാൾ കൊല്ലപ്പെട്ടത് ടെറസിൽ വെച്ച് തന്നെയാണ്. അതിനർത്ഥം അയാളെയും ആരിഷിയെയും മുറിയിൽ ഒന്നിച്ചു കണ്ടു എന്നത് തെറ്റാണെന്നാണ്. ഡ്രൈവർ ഉമേഷിന്റെ മൊഴി അനുസരിച്ച് തലേന്ന് രാത്രി രാജേഷിനെ കാണുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം തന്നെയാണ് പിറ്റേന്ന് രാവിലെ കാണുമ്പോഴും ധരിച്ചിരുന്നത്. ഇക്കാര്യം വേലക്കാരി ഭാരതി മണ്ഡലിന്റെ മൊഴിയുമായി ഒത്തുപോകുന്നുണ്ട്. രാജേഷിന്റെ വസ്ത്രത്തിൽ ആരിഷിയുടെ രക്തം മാത്രമേ കാണപ്പെട്ടിട്ടുള്ളൂ. രാവിലെ അവളുടെ ശരീരം സ്പർശിച്ചതിൽ നിന്നും ഹോംരാജിന്റെ രക്തത്തിന്റെ യാതൊരു അംശവും ആ വസ്ത്രങ്ങളിൽ നിന്ന് കണ്ടെടുക്കാനായിട്ടില്ല. ആരിഷി അവസാനമായി എടുത്ത ഫോട്ടോയിൽ നുപൂർ ധരിച്ചിരുന്ന നീല മാക്സി തന്നെയാണ് രാവിലെയും ധരിച്ചിരുന്നത്. അതിലാകട്ടെ രക്തത്തിന്റെ യാതൊരു അംശവും കണ്ടെത്താനായിട്ടില്ല. ഇതിൽ നിന്നും മനസ്സിലാവുന്നത് അവരല്ല കൊല ചെയ്തതെന്നാണ്. തന്നെയുമല്ല, വ്യത്യസ്ത ജാതിയിൽപ്പെട്ട മിശ്ര വിവാഹിതരായ തങ്ങൾ ദുരാഭിമാന കൊല ചെയ്യില്ല എന്നും അവർ പറഞ്ഞു. ഇന്റർനെറ്റ് റൂട്ടർ ഓൺ ചെയ്യാൻ പോയ താൻ ആരിഷിയുടെ വാതിലിൽ നിന്നും താക്കോൽ എടുക്കാൻ വിട്ടുപോയിരുന്നെന്ന് നുപൂർ പറഞ്ഞു. കൊലപാതകികൾക്ക് അവളുടെ മുറിയിൽ വിഷമമില്ലാതെ കയറുവാൻ ഇതാവാൻ സഹായിച്ചത്. തൽവാറിന്റെയും ദുറാനിയുടെയും കുടുംബങ്ങൾ ദീർഘകാല സുഹൃത്തുക്കളും ആശുപത്രിയുടെ ഷെയർ ഉള്ളവരുമാണ്. തീർച്ചയായും അതിൻ്റെ ഇടയിൽ അവിഹിത ബന്ധങ്ങൾക്ക് സാധ്യതയില്ല. രാജേഷിന്റെയോ നുപൂറിന്റെയോ വിരലടയാളം വിസ്കി കുപ്പിയിലോ സംശയിക്കപ്പെടുന്ന മറ്റിടങ്ങളിലോ കണ്ടെത്താനായിട്ടില്ല. രാജേഷിന്റെയും നുപൂരിന്റെയും മൊഴികൾ സാധൂകരിക്കാനാവുന്നതാണോ എന്നറിയാനായി CBI അവരെ പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തി. അതായത് നുണ പരിശോധന, ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റ്, നാർക്കോ അനാലിസിസ് എന്നിവയ്ക്ക് വിധേയമാക്കി. അത്ഭുതകരമെന്ന് പറയട്ടെ, അവർ എന്തെങ്കിലും കള്ളം പറഞ്ഞതായി ഒരു ടെസ്റ്റിലും തെളിഞ്ഞില്ല. ടെറസിൽ കണ്ടെത്തിയ ഒരു ഷൂ അടയാളത്തിന് 8-9 സൈസ് നീളമുണ്ടായിരുന്നു. രാജേഷിന്റെ ഷൂവിന്റെ നീളം 6 സൈസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. തൽവാർ ദമ്പതികളുടെ അഭിപ്രായത്തിൽ ആരിഷിനെയും ഹോംരാജിനെയും ബന്ധിപ്പിച്ചും രാജേഷിനെയും അനിതയെയും ബന്ധിപ്പിച്ചും കഥകൾ ഉണ്ടാക്കിയത് കൃഷ്ണ തദറായി എന്നൊരാളാണ്. നേപ്പാളിയായ ഇയാൾ രാജേഷിന്റെ ക്ലിനിക്കിലെ ഒരു അസിസ്റ്റന്റാണ്. കൊലപാതകത്തിന് കുറച്ച് ദിവസം മുമ്പ് ജോലിയിലെ വീഴ്ചയ്ക്ക് രാജേഷ് ഇയാളെ ശകാരിച്ചിരുന്നു. അതിന്റെ പക ഇയാൾക്ക് രാജേഷിനോടും ഉണ്ടായിരുന്നു. ഹോംരാജും കൃഷ്ണയും നേപ്പാളി ഭാഷയിൽ എന്തോ ഉച്ചത്തിൽ സംസാരിക്കുന്നത് ഡ്രൈവർ ഉമേഷ് കണ്ടതായി മൊഴി നൽകി. മെയ് 16 രാവിലെ നുപൂർ ഹോംരാജിനെ ഫോണിൽ വിളിക്കുമ്പോൾ അത് ജലവായു വിഹാർ പരിധിയിലായിരുന്നുവെന്ന് കോൾ ഡീറ്റെയിൽസിൽ കാണിക്കുന്നുണ്ട്. കൃഷ്ണ തദറായിയും ഇതേ ലൊക്കേഷനിൽ തന്നെയാണ് താമസം. ജൂൺ 7 കൃഷ്ണയെ തേടി CBI ടീം രംഗത്തിറങ്ങി. അയാളുടെ വീട് CBI റെയ്ഡ് ചെയ്തു. രക്തക്കറ പുരണ്ട ഒരു ഗുക്രി അവിടെ നിന്നും കണ്ടെടുത്തു. കൃഷ്ണയെ അറസ്റ്റ് ചെയ്തു. അയാളെ വിവിധ ഇടങ്ങളിൽ നാർക്കോ ടെസ്റ്റുകൾക്ക് വിധേയമാക്കി. മയക്കത്തിനിടയിലെ മൊഴികളിൽ നിന്നും മറ്റൊരു പേര് CBIക്ക് ലഭിച്ചു. രാജ്കുമാർ. ദുറാനി കുടുംബത്തിന്റെ വേലക്കാരനായിരുന്നു അയാൾ. അയാളുടെ താമസസ്ഥലത്ത് നിന്നും രക്തം പുരണ്ട ഒരു ടീഷർട്ട് കണ്ടെടുത്തു. അയാളെയും നാർക്കോ ടെസ്റ്റുകൾക്ക് വിധേയമാക്കി. തുടർന്ന് അറസ്റ്റ് ചെയ്തു. അയാളുടെ മൊഴിയിൽ നിന്നും മറ്റൊരാളുടെ വിവരം കൂടി ലഭിച്ചു. ശംഭു എന്ന വിജയ് മണ്ഡൽ. അയാളും അറസ്റ്റിലായി. ഇതിൽ കൃഷ്ണ, രാജ്കുമാർ എന്നിവരെ ഹോംരാജിനെ കൊണ്ടുവന്ന അതേ വിഷ്ണു തന്നെയാണ് നേപ്പാളിൽ നിന്നും കൊണ്ടുവന്നിരുന്നത്. അറസ്റ്റിലായ 3 പേരും കൊല നടന്ന ദിവസം ഹോംരാജിന്റെ മുറിയിൽ ഒത്തുചേർന്നതായി നാർക്കോ ടെസ്റ്റിലൂടെ ബോധ്യപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അവർ അവിടെ ഇരുന്ന് ഒരു നേപ്പാളി ഗാനം TV-യിലൂടെ കണ്ടിരുന്നു. അവർ കണ്ടു എന്ന് പറയുന്ന ഗാനം തന്നെയാണ് അന്ന് ആ ചാനലിൽ പ്രക്ഷേപണം ചെയ്തതെന്ന് CBI അന്വേഷണത്തിലൂടെ ഉറപ്പിച്ചു. 2008 ജൂലൈ 11 അരുൺകുമാർ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു. ആരിഷി ഹോംരാജ് വധക്കേസ് ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. രാജേഷ് തൽവാറിനെതിരെ തെളിവുകളൊന്നും കണ്ടെത്താനായിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിനെ സംശയത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുമില്ല. അറസ്റ്റിലായ 3 പേർ തന്നെയാണ് മുഖ്യമായും സംശയിക്കപ്പെടുന്നത്. പക്ഷേ അവരെയും കൊലപാതകവുമായി ബന്ധിപ്പിക്കാവുന്ന ശക്തമായ തെളിവുകളൊന്നും ഇപ്പോഴുമില്ല. അറസ്റ്റിലായ 3 പേരും വ്യത്യസ്ത ഭാഷ്യങ്ങളാണ് നാർക്കോ ടെസ്റ്റിൽ നൽകിയത്. ഒരാൾ ആരിഷിയുടെ മുറിയിൽ പോകുന്നു, മറ്റു 2 പേർ പിന്നാലെ പോകുന്നു. അവർ ആരിഷിയെ ആക്രമിക്കുന്നു. ആരിഷി കൊല്ലപ്പെടുന്നു. അത് കണ്ട് ഭയന്ന ഹോംരാജിനെയും അവർ കൊല്ലുന്നു. തുടർന്ന് രക്ഷപ്പെടുന്നു. ഇത് പല രീതിയിൽ തിരിഞ്ഞും മറിഞ്ഞും. മയക്കുമരുന്നുകളുടെ പിടിയിൽ നിൽക്കുന്ന ഇത്തരം മൊഴികൾക്ക് നിയമദൃഷ്ടിയ യാതൊരു വിലയുമില്ല.
അതിനെ ഉറപ്പിക്കുന്ന മറ്റ് തെളിവുകൾ ഇല്ലാത്തിടത്തോളം. കൂടാതെ ഈ 3 പേരുടെയും തൊഴിലുടമകൾ അവർക്ക് അനുകൂലമായ മൊഴികളാണ് നൽകിയത്. ആ രാത്രി ഇവർ തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നതായി വീട്ടുകാർ ഉറപ്പിച്ചു പറഞ്ഞു. അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുത്തു എന്ന് പറയുന്ന വസ്തുക്കൾ ഫോറൻസിക് ടെസ്റ്റ് നടത്തിയതിൽ നിന്നും കൊലപാതകവുമായി ബന്ധിപ്പിക്കാവുന്ന തെളിവുകളൊന്നും കണ്ടെത്തിയില്ല. അവ പലതും CBI കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്ന പരാതിയുമുണ്ടായി. ഇന്ത്യയിലെ നേപ്പാളികളുടെ സംഘടന മൂവരുടെയും അറസ്റ്റിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു. 2009 ജനുവരിയിൽ മൂവർക്കുമെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നതായി CBI പ്രഖ്യാപിച്ചെങ്കിലും അങ്ങനെ ഉണ്ടായില്ല. തുടർന്ന് മൂവരും വിട്ടയക്കപ്പെട്ടു. CBIയിലെ ഉത്തർപ്രദേശ് കേഡർ ഉദ്യോഗസ്ഥനായിരുന്നു അരുൺകുമാർ. അദ്ദേഹത്തെ UP സർക്കാർ തിരികെ വിളിച്ചു. 2009 സെപ്റ്റംബറിൽ CBIയുടെ പുതിയൊരു ടീം ആരിഷി കേസ് ഏറ്റെടുത്തു. നീലബ് കിഷോർ എന്ന ഒരു സൂപ്രണ്ടും AGL കൗൾ എന്ന അഡീഷണൽ സൂപ്രണ്ടുമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ. അവർ കേസ് വിശദമായി പരിശോധിച്ചു. ആരിഷിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരെ ചോദ്യം ചെയ്തു. അവളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കണ്ട പ്രത്യേകതകളും അവിടെ ക്ലീൻ ചെയ്യപ്പെട്ടിരുന്നു എന്നതും അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. പുറമേ നിന്നൊരു കൊലയാളി ഇത് ചെയ്യാൻ മെനക്കെടില്ല. ആരിഷിക്കും ഹോംരാജിനും അടിയേറ്റത് രാജേഷിന്റെ ഗോൾഫ് ക്ലബ്ബ്, അതായത് ആ സ്റ്റിക്കില്ലേ, ആ സ്റ്റിക്ക് കൊണ്ട് തന്നെയാണെന്ന് അവർ അനുമാനിച്ചു. അവ പരിശോധിച്ചതിൽ നിന്നും അവ കൊണ്ടുള്ള അടിയിൽ UV ആകൃതിയിലുള്ള അടയാളം ഉണ്ടാകുമെന്ന് തീർച്ചപ്പെടുത്തി. പുതിയ CBI ടീം 2 കൊലയും ചെയ്തത് രാജേഷ് തന്നെയാണെന്ന് ഉറപ്പിച്ചു സംശയിച്ചു. എന്നാൽ അത് ഉറപ്പിക്കുന്നതിനുള്ള ഒരു തെളിവും പുതുതായി ലഭിച്ചില്ല. ഈ സാഹചര്യത്തിൽ കേസ് അവസാനിപ്പിക്കുവാൻ കോടതിയോട് അപേക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. 2010 ഡിസംബർ 29 അവരൊരു ക്ലോഷർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. ആ റിപ്പോർട്ട് ഇതായിരുന്നു: നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട 3 പേർക്കും കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല. പുറമേ നിന്നും ആരും വീട്ടിനുള്ളിൽ കയറിയതായി തെളിവുകളില്ല. ആരിഷിയുടെയും ഹോംരാജിന്റെയും കഴുത്തുകളിൽ കണ്ട മുറിവുകൾ ഒരു ക്ലിനിക്കൽ വിദഗ്ധന് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. സർജിക്കൽ കത്തികൊണ്ടുള്ള മുറിവാകാം അവ. ആരിഷിയുടെ രഹസ്യഭാഗങ്ങൾ വൃത്തിയാക്കാൻ പുറമേ നിന്നുള്ള ഒരാൾ ശ്രമിക്കില്ല. എന്നാൽ ഹോംരാജ് ആരിഷിയുടെ മുറിയിലാണ് കൊല്ലപ്പെട്ടതെന്ന് തെളിവില്ല. ഹോംരാജിന്റെ രക്തം തൽവാർ ദമ്പതികളുടെ വസ്ത്രങ്ങളിൽ കാണപ്പെട്ടില്ല. കഴുത്തറുക്കാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയിട്ടില്ല. നാർക്കോട്ടിക് ടെസ്റ്റുകളിലൊന്നും സംശയിക്കപ്പെടാവുന്ന ഒന്നും കണ്ടെത്തിയിട്ടില്ല. കൊലയ്ക്ക് ആധാരമാകാവുന്ന മോട്ടീവ് കൃത്യമായി കണ്ടെത്താനുമായില്ല. ഈ സാഹചര്യത്തിൽ കേസ് അവസാനിപ്പിക്കാൻ അനുവദിക്കണമെന്നായിരുന്നു CBIയുടെ അപേക്ഷ. എന്നാൽ രാജേഷും നുപൂറും CBIയുടെ ഈ റിപ്പോർട്ടിനെ എതിർത്തു. കൃത്യമായ അന്വേഷണം നടത്താതെ തങ്ങളെ ആയുഷ്കാലം അപകീർത്തിപ്പെടുത്തുകയാണ് CBI ചെയ്തതെന്ന് അവർ ഗാസിയാബാദ് സ്പെഷ്യൽ CBI കോടതിയിൽ നൽകിയ പരാതിയിൽ ആരോപിച്ചു. 2011 ജനുവരി 24 കോടതി പരിസരത്ത് വെച്ച് ഒരു യുവാവ് രാജേഷ് തൽവാറിന്റെ മുഖത്ത് കുത്തി. സ്പെഷ്യൽ ജഡ്ജി പ്രീതി സിംഗ് തൽവാർ ദമ്പതികളുടെ പെറ്റീഷൻ തള്ളിക്കളഞ്ഞു. മാത്രമല്ല അവർക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ഇതിനെതിരെ രാജേഷും നുപൂരും സുപ്രീം കോടതി വരെ പോയെങ്കിലും ഫലമുണ്ടായില്ല. അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു. ദീർഘമായ വിചാരണയ്ക്കൊടുവിൽ രാജേഷും നുപൂറും കുറ്റം ചെയ്തതായി കോടതി പ്രഖ്യാപിച്ചു. 26 പോയിന്റുകളാണ് അവർക്കെതിരെ കോടതി കണ്ടെത്തിയത്. അവയിൽ പ്രധാനപ്പെട്ടവ ഇവയാണ്: മരണപ്പെട്ടവരോടൊപ്പം അവസാനമായി കാണപ്പെട്ടത് ഡ്രൈവർ ഉമേഷിന്റെ മൊഴി അനുസരിച്ച് പ്രതികൾ മാത്രമാണ്. പ്രതികളുടെ മുറിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള മുറിയിലാണ് ആരിഷി മരിച്ചതായി കാണപ്പെട്ടത്. പ്രതികളുടെ വീടിന്റെ ടെറസിലാണ് ഹോംരാജിന്റെ ബോഡി കാണപ്പെട്ടത്. അത് അകത്തു നിന്നും പൂട്ടിയിരിക്കുന്നു. ഇരുവരുടെയും കൊലപാതകം ഏകദേശം ഒരേ സമയമാണ് നടന്നിരിക്കുന്നത്. അവരെ ജീവനോടെ കണ്ടതും കൊല ചെയ്യപ്പെട്ട സമയവും തമ്മിൽ അധികം ദൈർഘ്യമില്ല. ആ സമയത്ത് പ്രതികളല്ലാതെ മറ്റാരെങ്കിലും അവിടെ എത്താനുള്ള സാധ്യതയുമില്ല. ഓട്ടോമാറ്റിക് ലോക്കുള്ള ആരിഷിയുടെ മുറിയിൽ വാതിൽ താക്കോലില്ലാതെ പുറമെ നിന്ന് തുറക്കാനാകില്ല. മറ്റൊരാൾക്ക് അത് എങ്ങനെ തുറക്കാനായി എന്ന് പ്രതികൾക്ക് വിശദീകരിക്കാനുമായിട്ടില്ല. ഇന്റർനെറ്റ് ഉപയോഗിക്കപ്പെട്ട സമയവും കൊലപാതകം നടന്ന സമയവും തമ്മിൽ അധികം ദൈർഘ്യമില്ല. പ്രതികളിൽ ഒരാളെങ്കിലും ആ സമയത്ത് ഉണർന്നിരിപ്പുണ്ടായിരുന്നു എന്ന് അനുമാനിക്കാം. വീട്ടിൽ ആരും അതിക്രമിച്ച് കടന്നതായി തെളിവില്ല. അന്നേ ദിവസം വൈദ്യുതിക്ക് തടസ്സവും ഉണ്ടായിട്ടില്ല. അടുത്തുള്ള താമസക്കാർ ആരും പുറമേയുള്ളവരെ ആ സമയങ്ങളിൽ പ്രദേശത്ത് കണ്ടിട്ട് പോലുമില്ല. മരണം കണ്ടെത്തിയ രാവിലെ വേലക്കാരിയെ തെറ്റിദ്ധരിപ്പിക്കുവാൻ നുപൂർ മനഃപൂർവ്വം ശ്രമിച്ചു. വേലക്കാരി കടന്നു വരുമ്പോൾ പ്രതികളെ കരയുന്ന നിലയിൽ കണ്ടതായി അവരുടെ മൊഴിയിലില്ല. ഭാരതിയോട് സംസാരിക്കുമ്പോൾ മകളുടെ മരണത്തെ പറ്റിയല്ല, ഹോംരാജാണ് ഇത് ചെയ്തതെന്ന് വിശ്വസിപ്പിക്കാനാണ് നുപൂർ ശ്രമിച്ചത്. പ്രതികളുടെ വസ്ത്രത്തിൽ മകളുടെ രക്തക്കറ കാര്യമായി കാണുന്നുണ്ടായിരുന്നില്ല. സ്വന്തം മകളെ മരണപ്പെട്ട നിലയിൽ കണ്ടാൽ ആരും അവളെ കോരിയെടുക്കാനോ കെട്ടിപ്പിടിക്കാനോ ശ്രമിക്കും. ഇവിടെ അതുണ്ടായിട്ടില്ല. ഹോംരാജിനെ കൊല ചെയ്തയാൾ പുറമേയുള്ള ഒരാളാണെങ്കിൽ അയാൾ ടെറസ് ഡോർ പൂട്ടാനുള്ള താക്കോൽ തപ്പി നടക്കാതെ ഉടൻ സ്ഥലം വിടുകയുള്ളൂ. പുറമേയുള്ളൊരു കൊലയാളിയാണ് കൃത്യം നടത്തിയതെങ്കിൽ അതിനുശേഷം രഹസ്യമായി സൂക്ഷിച്ച വിസ്കി തപ്പിയെടുത്ത് കുടിക്കാനായി അയാൾ മെനക്കെടില്ല. കഴിയുന്നതും വേഗം രക്ഷപ്പെടാനാണ് ശ്രമിക്കുക. പുറമേ നിന്നുള്ള ഒരാൾ ഹോംരാജിന്റെ ബോഡി ടെറസിൽ കൊണ്ടുപോയി ഇടാൻ മെനക്കെടില്ല. ഉടൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയുള്ളൂ. സാധാരണ പൂട്ടിയിടാറില്ലാത്ത ടെറസ് ഡോർ മരണദിവസം മാത്രമാണ് പൂട്ടിയിടപ്പെട്ടത്. അതിന്റെ താക്കോൽ കാണാനും ഉണ്ടായിരുന്നില്ല. മേൽപ്പറഞ്ഞ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ
രാജേഷിനെയും നുപൂരിനെയും ജീവപര്യന്തം കഠിന തടവിന് CBI കോടതി ശിക്ഷിച്ചു. തങ്ങൾ നിരപരാധികളാണെന്ന് രാജേഷും നുപൂരും പറഞ്ഞുകൊണ്ടിരുന്നുവെങ്കിലും അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല. രണ്ടുപേരും ജയിലിലേക്ക് അയക്കപ്പെട്ടു. രാജേഷ് തൽവാറും നുപൂർ തൽവാറും നിരപരാധികളാണെന്ന് വിശ്വസിക്കുന്നവർ അവർക്ക് നീതി ലഭിക്കുന്നതിനായി വലിയ പ്രചരണങ്ങൾ നടത്തി. ഹൈക്കോടതിയിൽ അവർക്ക് വേണ്ടി അപ്പീൽ സമർപ്പിക്കപ്പെട്ടു. 4 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം 2017 ഒക്ടോബറിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി അലഹബാദ് ഹൈക്കോടതി തൽവാർ ദമ്പതികളെ മോചിപ്പിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ അതിശയകരമായ ഒരു കേസായി ഹാരിഷി ഹോംരാജ് കൊലക്കേസ് കൃത്യമായി ഒരു ഉത്തരം തരാതെ ഇപ്പോഴും വിസ്മയിപ്പിക്കുന്നു. അങ്ങനെ ഈ കേസ് ഇപ്പോഴും നിഗൂഢമായി നിലനിൽക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഈ വിശദമായി ഈ കേസിനെ പറ്റി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ.